Midin to Junaid. ഒരു ബിഗ് ഷോട്ട് സംശയമേതുമില്ലാതെ സിക്സിലേക്ക് 2 സിക്സുകൾ നേടിയെടുക്കുന്നു ജുനൈദ് ഷംസു. ആരവമുയരുന്നു ആശസിന്റെ ഭാഗത്തു നിന്ന് ജുനൈദിന്റെ സിക്സിലൂടെ. ഗ്രൗണ്ടിന്റെ അതിർവരമ്പും കടന്നുകൊണ്ട് വീണ്ടും ജെറിന്റെ ബാറ്റിൽ നിന്ന് നിലക്കാത്ത ബൗണ്ടറികൾ. ബാക്ക് ടു ബാക്ക്. എക്സലന്റ് പ്രകടനം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞു, ആശുപത്രി കിടക്കയിൽ നിന്ന് മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഫൈനലിൽ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഫാൽക്കൻ ഫൈറ്റേഴ്സിന് വേണ്ടി അത്യുജ്വല പോരാട്ടം നടത്തുന്നു ദ റിയൽ ക്രിക്കറ്റർ. ക്ലീൻ ബൗൾഡ് 5 വിക്കറ്റ് നേട്ടവുമായി മികവാർന്ന പ്രകടനം. കൈവിരലുകളിൽ മാന്ത്രികത കൊണ്ട് ബാറ്റേഴ്സിനെ കബളിപ്പിക്കുന്ന ചിതു തിരുവിറ്റക്കോട് ഈ ഫൈനൽ മത്സരത്തിൽ ആശസ് അറക്കലിന് വേണ്ടി 5 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു. 4 വിക്കറ്റുകൾ നേടിയെടുക്കുന്ന ബൗളിംഗ് പ്രകടനം മുബഷിർ. ക്ലീൻ ബൗൾഡ് 5 വിക്കറ്റ് നേട്ടം മുബഷിർ. ബോംബെ വാല ജിതു ഒറ്റയാൾ പ്രകടനത്തിലൂടെ 6 വിക്കറ്റുകൾ നേടിയെടുത്തെങ്കിൽ 5 വിക്കറ്റുകൾ നേടിക്കൊണ്ട് മുബഷിറും തിളങ്ങുന്നു. അറേബ്യൻ ചാമ്പ്യൻസ് ലീഗ് ഗ്രാൻഡ് ഫൈനൽ ടോസ് നടക്കുന്നു. ആഷസ് വേഴ്സസ് ഫാൽക്കൻ ഫൈറ്റേഴ്സ്. ടോസ് ചെയ്യുന്നു ഫാൽക്കൻ ഫൈറ്റേഴ്സ്. ക്യാപ്റ്റൻ സാബു. ടോസ് വിൻ ചെയ്യുന്നു ഫാൽക്കൻ ഫൈറ്റേഴ്സ്. അറേബ്യൻ ചാമ്പ്യൻസ് ലീഗിന്റെ ആവേശകരമായ ഫൈനലിന് ഇവിടെ തുടക്കം. ആഷസ് വേഴ്സസ് ഫാൽക്കൻ ഫൈറ്റേഴ്സ്. മഷൂട്ടി നയിക്കുന്ന ആഷസും സാബു നയിക്കുന്ന ഫാൽക്കൻ ഫൈറ്റേഴ്സും തമ്മിൽ ആവേശത്തിന്റെ പോരാട്ടം. ACL ഗ്രാൻഡ് ഫൈനൽ. ഫാൽക്കൻ ഫൈറ്റേഴ്സിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു സാബു ആൻഡ് ഫാറൂഖ്. ഗ്രാൻഡ് ഫിനാലെ. ഗ്രാൻഡ് ഫൈനലിൻ്റെ ആദ്യ ഓവർ എറിയാനെത്തുന്നു മറൂഫ്. ടോസ് ലഭിച്ച ഫാൽക്കൻ ഫൈറ്റേഴ്സ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു. സ്ട്രൈക്കിൽ സാബു. അറേബ്യൻ ചാമ്പ്യൻസ് ലീഗ് ആവേശത്തിൻ്റെ ഫൈനൽ. ആഷസ് വേഴ്സസ് ഫാൽക്കൻ ഫൈറ്റേഴ്സ്. ബോൾ ചെയ്യാനെത്തുന്നു മാറൂഫ്. സ്ട്രൈക്കിൽ സാബു. വിക്കറ്റിന് പിന്നിൽ അജ്മൽ. ആദ്യ ബോൾ ഫീൽഡ് ചെയ്യുന്നു വാച്ചി. ഒരു സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു ഫാറൂഖ്. വീണ്ടും ഒരു സിംഗിൾ. ഫീൽഡ് ചെയ്യുന്നു വീണ്ടും ആച്ചി. ബോൾ ടു ബോൾ സിംഗിൾ നേടിക്കൊണ്ട് ഫാൽക്കൻ ഫൈറ്റേഴ്സ്. കൃത്യമായ ബൗളിംഗുമായി മാറൂഫ്. ഒരു ബിഗ് ഷോട്ട്. ആദ്യ 6 നേടുന്നു ക്യാപ്റ്റൻ സാബു. സമ്മർദ്ദമേതുമില്ലാതെ മുന്നിൽ നിന്ന് പട്ട നയിക്കാൻ ഉറപ്പിച്ചുകൊണ്ട് ഫാൽക്കൻ ഫൈറ്റേഴ്സ് ക്യാപ്റ്റൻ സാബു. SM07. ഒരു കട്ട് ഷോട്ട്. വാട്ട് എ ഷോട്ട്. ഒരു ഗ്യാപ്പ് ഷോട്ട്. 2 റൺസിനുള്ള ശ്രമം വളരെ മനോഹരമായി അത്യുജ്വല ഓട്ടത്തിലൂടെ 2 റൺസ് പൂർത്തിയാക്കുന്നു ഫാറൂഖ് ആൻഡ് സാബു. വിക്കറ്റിന്റെ പിന്നിൽ അജ്മൽ. ഫസ്റ്റ് സ്ലിപ്പിൽ അബ്ദു. സെക്കൻഡ് സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുന്നു ക്യാപ്റ്റൻ മഷൂട്ടി. വീണ്ടും ഒരു ബിഗ് ഷോട്ടുള്ള ശ്രമം. പക്ഷേ സർക്കിളിൽ തന്നെയാണ് ഫീൽഡർ. യെസ്, ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു ഫാൽക്കൻ ഫൈറ്റേഴ്സിന്. നല്ലൊരു തുടക്കത്തിന് ശേഷം സാബു ആദ്യ ഓവറിൽ തന്നെ പുറത്താവുന്നു. മഹറൂഫ് തൻ്റെ സ്വന്തം ബൗളിങ്ങിൽ ക്യാച്ച് എടുത്തുകൊണ്ട് ആദ്യ വിക്കറ്റ് നേടിയെടുക്കുന്നു ആഷസിന് വേണ്ടി. ഒരു റിവഞ്ചിന്റെ വിക്കറ്റ്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ജെറിൻ സേവ്യർ. സെമി ഫൈനൽ മത്സരത്തിൽ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ 91 റൺസ് എടുത്തുകൊണ്ട് ടീമിനെ ഫൈനലിലേക്ക് നയിച്ച ബാറ്റർ. ഓവറിൻ്റെ അവസാന ബോൾ.
നേരിട്ട് ആദ്യ ബോൾ തന്നെ ഒരു ബിഗ് ഷോട്ട്. ഫീൽഡർ ഫീൽഡർക്ക് മുകളിലൂടെ സിക്സിലേക്ക്. ജെറിൻ സേവ്യർ നേരത്തെ പറഞ്ഞു വെച്ചതാണ് ഈ ഫൈനലിലേക്ക് ടീമിനെ എത്തിക്കുന്നതിൽ ബാറ്റിംഗിൽ നിർണായക പങ്ക് വഹിച്ച ബാറ്റർ. സെമി ഫൈനൽ മത്സരത്തിൽ 45 പന്തുകൾ നേരിട്ട് 91 റൺസ് നേടിക്കൊണ്ട് ഫൈനലിലേക്ക് ഫാൽക്കൺ ഫൈറ്റേഴ്സിനെ കൈപ്പിടിച്ചുയർത്തിയ ബാറ്റർ. സെക്കൻഡ് ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു ആബിദ്. ആദ്യ ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 17. യെസ്, ബൗൾ ചെയ്യാനെത്തി ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് നേടിയെടുക്കുന്നു ആബിദ്. ഫാറൂഖ് പുറത്തേക്ക്. ആശസ് പിടിമുറുക്കുന്ന കാഴ്ച. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ഫൈസൽ. ടെന്നീസ് ക്രിക്കറ്റിന്റെ യങ് പ്ലെയർ. നല്ലൊരു തുടക്കമാണ് ആശസിന് ലഭിച്ചിരിക്കുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് അനിവാര്യമായിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം ഫൈസൽ ജെറിൻ കൂട്ടുകെട്ടിന് ഫാൽക്കൺ ഫൈറ്റേഴ്സിനെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുമോ? ആവേശമായി തീരുന്നു ഈ ഫൈനൽ. ആബിദ് ബൗൾ ചെയ്യാനെത്തി ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് കീപ്പർ അജ്മൽ ക്യാച്ചെടുത്തുകൊണ്ട് വിക്കറ്റ് നേടിയെടുക്കുന്നു. സ്ട്രൈക്കിൽ ന്യൂ ബാറ്റർ ഫൈസൽ. വീണ്ടും ഒരു ക്യാച്ചിനുള്ള അവസരം. ശ്രമമുണ്ടായിരുന്നു, പക്ഷെ കൈകൾ ഒതുക്കാൻ സാധിക്കാതെ പോകുന്നു. ആബിദ് നല്ലൊരു തുടക്കം. What a delivery. ലൈനും ലെങ്തും കൃത്യമായി. ആബിദിന്റെ മികച്ച ബൗളിംഗ്. ഫീൽഡ് ചെയ്യുന്നു വാച്ചി. വീണ്ടും ഒരു സിംഗിൾ. ഒരു ഫുൾ ടോസ് ബോൾ. സിക്സിലേക്ക്. ജെറിൻ നേരിട്ടത് 2 പന്തുകൾ, രണ്ടും സിക്സിലേക്ക്. ഫീൽഡ് ചെയ്യുന്നു ഷാലിഖ്. ഒരു സിംഗിൾ. കൃത്യമായൊരു ഫീൽഡിംഗ്, പക്ഷേ അതിമനോഹരമായ ഒരു സിംഗിൾ പൂർത്തിയാക്കുന്നു ഫൈസൽ ആൻഡ് ജെറിൻ. ഇന്നത്തെ ഈ ഫൈനൽ എന്തുകൊണ്ടും ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം നിറഞ്ഞതാക്കുമെന്നതിൽ സംശയമില്ല. തുല്യശക്തർ ഏറ്റുമുട്ടുന്ന ആവേശത്തിൻ്റെ ഫൈനൽ. 2 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 25. ഇരു സൈഡും ബൗളിങ്ങും ബാറ്റിങ്ങും ഒരുപോലെ സ്ട്രെങ്ത്തുള്ള ടീമുകൾ. ബൗൾ ചെയ്യാനെത്തുന്നു മഹറൂഫ്. സ്ട്രൈക്കിൽ ജെറിൻ. കൃത്യമായ ബൗളിംഗ്. ഡോട്ട് ബോൾ മഹറൂഫ്. ഒരു ബിഗ് ഷോട്ട്, പക്ഷേ ഫീൽഡർ ഫീൽഡ് ചെയ്യുന്നു. 2 റൺസോടെ പൂർത്തിയാക്കുന്നു. 2 ഓവറും 2 പന്തുകളും പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 27. ഒരു റിവേഴ്സിനുള്ള ശ്രമം. ഡോട്ട് ബോൾ. മഹറൂഫിന്റെ കൃത്യമായ ബൗളിംഗ്. ആദ്യ ഓവറിൽ 17 റൺസ് വഴങ്ങിയ മഹറൂഫ് സെക്കൻഡ് ഓവർ ബൗൾ ചെയ്യാനെത്തുമ്പോൾ വളരെ മികവ് പുലർത്തുന്നു. ബഹിരാകാശവും കടന്നൊരു സിക്സർ. ജെറിൻ സേവ്യർ ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ ഫൈനൽ കളിക്കാനെത്തി. സെമിയിലെ മിന്നും പ്രകടനം ഇവിടെയും ആവർത്തിച്ചു തുടങ്ങുന്നു ജെറിൻ സേവ്യർ. യഥാർത്ഥ ക്രിക്കറ്റിന്റെ സ്പിരിറ്റ്. വെറും 7 ദിവസം പിന്നിട്ടപ്പോൾ ഗ്രൗണ്ടിലിറങ്ങി ഫാൽക്കൺ ഫൈറ്റേഴ്സിന് നല്ലൊരു പ്രകടനം. ബഹിരാകാശവും കടന്നൊരു സിക്സർ. വീണ്ടും ജെറിൻ സേവ്യർ ഒരു എക്സ്ട്രാ റൺ ലഭിക്കുന്നു. കൂടെ 6ഉം. ജെറിന്റെ ശക്തമായ ബാറ്റിംഗ്. തുടക്കത്തിലെ വിക്കറ്റ് വീഴ്ചകൾക്ക് ശേഷം ജെറിൻ ഫൈസൽ കൂട്ടുകെട്ട് ഫാൽക്കൺ ഫൈറ്റേഴ്സിനെ തിരിച്ചു കൊണ്ടുവരുന്നു. സ്ട്രൈറ്റിലേക്ക് ഫീൽഡ് ചെയ്യുന്നു ജുനൈദ് ഷംസു. ഡോട്ട് ബോൾ. സ്ലിപ്പായി പോകുന്നു.
ഡോട്ട് ബോൾ, ബാക്ക് ടു ബാക്ക് ഡോട്ട് ബോളുകളുമായി തിരിച്ചു വരുന്നു മെഹറൂഫ്. 3 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 42 ബോൾ ചാനെത്തുന്നു ജുനൈദ് ഷംസു. സ്ട്രൈക്കിൽ യങ് പ്ലെയർ ഫൈസൽ. യെസ്, യുവരക്തം അത്ഭുതമാണ് സിക്സുമായി. ഷംസു ബൗൾ ചാനത്തി ആദ്യ ബോൾ തന്നെ സിക്സിലേക്ക് പറത്തി വിടുന്നു. ആറോട്ടങ്ങൾ. ഗുഡ് കംബാക്ക്, എക്സ്പീരിയൻസ് ജുനൈദ് ഷംസു. 6 വഴങ്ങിയതിനു ശേഷം നല്ലൊരു ബൗളിംഗുമായി തിരിച്ചു വരുന്നു. ഒരു സിംഗിൾ മാത്രം സ്ട്രൈക്കിലെത്തുന്നു ചെറിൻ സേവ്യർ. ഒരു കട്ട് ഷോട്ട് ശ്രമം. യെസ്, സിംഗിൾ നേടിയെടുക്കുന്നു. ഷാലിക്കിൻ്റെ ഒരു ഫീൽഡിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ മിസ്സായി പോകുന്നു. അവിടെ സിംഗിൾ വളരെ കൂളായി കൊണ്ട് പൂർത്തിയാക്കുന്നു. ബ്രില്യൻ ഡോട്ട് ബോൾ ജുനൈദ് ഷംസു. ബ്രില്യൻ ഒരു സിംഗിൾ നേടിയ സ്ട്രൈക്ക് ജെറിയിലേക്ക് കൈമാറുന്നു. ഡോട്ട് ബോൾ. 4 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 51 ബോൾ ചെയ്യാനെത്തുന്നു അജ്മൽ. സ്ട്രൈക്കിൽ ഫൈസൽ. വാട്ട് എ ബൗളിംഗ്. ഒരു കട്ട് ഷോട്ട് ഫീൽഡ് ചെയ്യുന്നു ആച്ചി. ഒരു സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു ചെറിൻ. വെറുതെ പറഞ്ഞതല്ല തുല്യ ശക്തരെന്ന്. പവർ പ്ലേയിൽ 2 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു ആഷസ്. എങ്കിൽ ഫാൽക്കൻ ഫൈറ്റേഴ്സ് 51 റൺസും നേടിയെടുക്കുന്നു. ഈ പോരാട്ടം അവസാനം വരെ നിലനിന്നാൽ തീർച്ചയായും ഒരു അത്യുജ്വല ഫൈനലായി മാറും ഈ അറേബ്യൻ ചാമ്പ്യൻസ് ലീഗ് എന്നതിൽ സംശയമില്ല. അജ്മൽ ടു ചെറിൻ. വീണ്ടും ഒരു സിംഗിൾ. കൃത്യമായ ബൗളിംഗുമായി അജ്മൽ അച്ചു. വീണ്ടും ഒരു സിംഗിൾ. ബോൾ ടു ബോൾ സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. കൃത്യമായൊരു ബൗളിംഗ് അജ്മൽ. പക്ഷെ നല്ലൊരു പാർട്ട്ണർഷിപ്പാണ് 2 വിക്കറ്റുകൾ വീണതിന് ശേഷം ജെറിയൻ ഫൈസൽ കൂട്ടുകെട്ട് ഫാൽക്കൻ ഫൈറ്റേഴ്സിന് വേണ്ടി കാഴ്ചവെക്കുന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരു ബിഗ് ഷോട്ടുള്ള ശ്രമം, പക്ഷെ മിസ്സായി പോകുന്നു. ഡോട്ട് ബോൾ. വീണ്ടും അജ്മലിന്റെ കൃത്യമായ ബൗളിംഗ്. आसमान पर छक्का मारा जरीन सेवियर. एक मार दो टुकड़ा. UAE ടെന്നീസ് ക്രിക്കറ്റിൻ്റെ ബാറ്റിംഗ് നിരയിലെ അധികായൻ. ഗ്രൗണ്ടിൻ്റെ നാനാവശങ്ങളിലേക്കും ഒരുപോലെ സ്കോർ ചെയ്യാൻ ശേഷിയുള്ള ബാറ്റർ. സ്കൂപ്പ് ഷോട്ടുകൾ കൊണ്ടും റിവേഴ്സ് ഷോട്ടുകൾ കൊണ്ടും കണ്ണികളെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ബാറ്റർ ജെറിൻ. 5 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 60. സ്ട്രൈക്കിൽ ഫൈസൽ. ബൗൾ ചെയ്യാനെത്തുന്നു ജുനൈദ് ഷംസു. അടിച്ചെടുക്കുന്നു. ഓഹോ, നല്ലൊരു ഫീൽഡിംഗ് ആയിരുന്നു അബ്ദു സ്ലിപ്പിൽ കാഴ്ചവെച്ചത്. പക്ഷേ ഓവർ ത്രോ മിസ്സായി പോകുന്നു. ഒരു സിംഗിൾ പൂർത്തിയാക്കുന്നു ജെറിൻ സേവർ. സ്ട്രൈക്കിലെത്തുന്നു. ഒരു ഫുൾ ടോസ് ബോൾ. പന്ത് ബൗണ്ടറിയിലേക്ക്. നല്ലൊരു ശ്രമമുണ്ടായിരുന്നു, പക്ഷേ ടൈമിംഗ് തെറ്റിപ്പോകുന്നു. ഒരു ഹാഫ് ചാൻസ്, അർദ്ധാവസരം, പക്ഷേ നഷ്ടപ്പെട്ടു പോകുന്നു. ഗ്രൗണ്ടിന്റെ അതിർവരമ്പും കടന്നുകൊണ്ട് വീണ്ടും ജെറിന്റെ ബാറ്റിൽ നിന്ന് നിലക്കാത്ത ബൗണ്ടറികൾ. ബാക്ക് ടു ബാക്ക്. എക്സലന്റ് പ്രകടനം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞു, ആശുപത്രി കിടക്കയിൽ നിന്ന് മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഫൈനലിൽ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഫാൽക്കൻ ഫൈറ്റേഴ്സിന് വേണ്ടി ഒരു അത്യുജ്വല പോരാട്ടം നടത്തുന്നു ദ റിയൽ ക്രിക്കറ്റർ ജെറിൻ സേവ്യർ. ഒരു ബൈറൻ. ബ്രില്യൻ ബൗളിംഗ് ജുനൈദ് ഷംസു.
വീണ്ടും ഒരു ബിഗ് ഷോട്ടുള്ള ശ്രമം. കൃത്യമായ ബൗളിംഗ്. ബാറ്ററെ കബളിപ്പിച്ച് കളയുന്ന ബൗളിംഗ്. 2 ബൗണ്ടറികൾ വഴങ്ങിയതിനു ശേഷം 2 ഡോട്ട് ബോളുകളുമായി ശക്തമായൊരു തിരിച്ചുവരവ് ജുനൈദ് ഷംസു. 6 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 72. 18 പന്തിൽ 46 റൺസുമായി ജെറിൻ ക്രീസിൽ തുടരുന്നു. ബൗൾ ചെയ്യാനെത്തുന്നു ജിത്തു. വട ബാറ്റിംഗ്. ഒരു സിംഗിൾ നേടിയെടുക്കുന്നു ജിത്തു. ബൗളിംഗ് മികവ് കൊണ്ട് ബാറ്റർമാരെ കബളിപ്പിക്കുന്ന ബൗളർ. ചേഞ്ചർ ബോളുകളിൽ വിക്കറ്റ് നേടിയെടുക്കാൻ മിടുക്കൻ ജിത്തു. ജിത്തു ടു ഫൈസൽ. പക്ഷേ ഫൈസലിന് അതിമനോഹരമായ ഷോട്ടാ. പന്ത് ബൗണ്ടറിയിലേക്ക്. വിക്കറ്റിന്റെ എല്ലാ സൗന്ദര്യങ്ങളും നിറഞ്ഞു നിന്ന ഷോട്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കവറിലേക്ക് അതിമനോഹരമായ ഒരു ബൗണ്ടറി നേടിയെടുക്കുന്നു ഫൈസൽ. ഓഹോ, വിക്കറ്റ് നേടിയെടുക്കുന്നു. നേരത്തെ പറഞ്ഞു ചേഞ്ചർ ബൗളിംഗിൽ വിക്കറ്റ് നേടിയെടുക്കാൻ അതിമിടുക്കനാണ് ജിത്തു എന്ന്. അത് നടപ്പാക്കുന്നു ജിത്തു. ഫൈസൽ നല്ലൊരു പാർട്ട്ണർഷിപ്പാണ് ജെറിൻ സേവറിന് നൽകിയത്. ഫാൽക്കൺ ഫൈറ്റേഴ്സിന് വേണ്ടി നല്ലൊരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തി തന്നെയാണ് പുറത്താകുന്നത്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ഷാഹിദുൽ ഫർസാൻ. ഫാൽക്കൺ ഫൈറ്റേഴ്സിൻ്റെ ക്ലാസും മാസും ഒത്തിണങ്ങിയ ബാറ്റർ എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ 18-ാം നമ്പറുകാരൻ ഷാഹിദുൽ ഫർസാൻ. ഒരു പാർട്ട്ണർഷിപ്പ് അനിവാര്യമായിരിക്കുന്നു ഫാൽക്കൺ ഫൈറ്റേഴ്സിന്. തിരിച്ചുവരവിനുള്ള ശ്രമമാണ് ജിത്തുവിൻ്റെ ബൗളിങ്ങിലൂടെ ആശാസ് നടത്തുന്നത്. ഒരു ചേഞ്ചർ ബൗളിങ്ങിൽ വിക്കറ്റ് നേടിക്കൊണ്ട് ജിത്തു. സ്ട്രൈക്കിൽ ന്യൂ ബാറ്റർ ഷാഹിദുൽ ഫർസാൻ. ഒരു ബ്രില്യൻ സിംഗിൾ. ഫീൽഡ് ചെയ്യുന്നു അജ്മൽ. ഒരു ഫുൾ ടോസ് ബോൾ. പക്ഷേ ഗ്രൗണ്ടിൽ തന്നെയാണ് ആ ബോൾ പൊന്തിയിരിക്കുന്നത്. ഫീൽഡർ ഓടിയെത്താനുള്ള ശ്രമമുണ്ട്. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. മഹറൂഫിന് നല്ലൊരു ശ്രമമുണ്ടായിരുന്നു. പക്ഷേ ബോളിലേക്ക് എത്താൻ സാധിക്കാതെ പോകുന്നു. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. ജിത്തുവിലൂടെ തിരിച്ചു വരുന്നു ആശസ്. ഒരു റിവേഴ്സിനുള്ള ശ്രമം നഷ്ടപ്പെട്ടു പോകുന്നു. ജിത്തു നേരത്തെ പറഞ്ഞതാണ് ചേഞ്ചർ ബൗളർ, കട്ടർ ബൗളർ. ഓരോ ബോളുകളും വ്യത്യസ്തമായ രീതിയിൽ എറിഞ്ഞുകൊണ്ട് ബാറ്റർക്കൊരു പിടിയും കൊടുക്കാതെ മികവാർന്ന പ്രകടനം ജിത്തു. 16 ഓവർ ഫൈനൽ മത്സരത്തിൻ്റെ 7 ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 80. ബൗൾ ചെയ്യാനെത്തുന്നു അജ്മൽ. സ്ട്രൈക്കിൽ ഷാഹിദുൽ ഫർസാൻ. ബ്രില്യൻ്റ്. കൃത്യമായൊരു ബൗളിംഗ്. പക്ഷേ അതിനേക്കാൾ കൃത്യമായൊരു സിംഗിൾ. സ്ട്രൈക്ക് ജെറിയിലേക്ക് കൈമാറുന്നു. സ്ട്രൈറ്റിലേക്ക് അജ്മൽ തന്നെ അത് ഫീൽഡ് ചെയ്യുന്നു. അജ്മലിൻ്റെ ബൂട്ടിൽ തട്ടി മഹറൂഫിലേക്ക് ഒരു സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു ഷാഹിദുൽ ഫർസാൻ. സേവർ ഈ ഫൈനൽ മത്സരത്തിൽ 50 നേടിയെടുക്കുന്നു. 21 പന്തുകൾ നേരിട്ട 6 സിക്സും 1 ഫോറും അടക്കം 50 റൺസുമായി. ബ്യൂട്ടി. ഒരു വാട്ടർ റണ്ണിങ്. വിക്കറ്റിനിടയിൽ അത്യുജ്വല ഓട്ടത്തിലൂടെ ഷാഹിദുൽ ഫർസാൻ ആൻഡ് ജെറിൻ സേവർ 2 റൺസ് പൂർത്തിയാക്കുന്നു. നല്ലൊരു ഫീൽഡിംഗ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ അതിനേക്കാൾ മനോഹരമായ 2 റണ്ണുകൾ ഓടി പൂർത്തിയാക്കുന്നു. കാഴ്ചക്കാർക്ക് അതൊരു റിസ്കി റണ്ണാണെന്ന് പറയേണ്ടി വരും. ലവ്ലി. വീണ്ടും സിംഗിൾ. क्या बात है, क्या शॉट है. ജെറിൻ സേവ്യർ 4 പന്തുകൾ കൃത്യമായി പന്തെറിഞ്ഞതാണ്. പക്ഷെ 5-ാം പന്തിൽ 6 വഴങ്ങേണ്ടി വരുന്നു ജെറിന് മുന്നിൽ അജ്മലിന്. ഓവറിന്റെ അവസാന ബോൾ. വീണ്ടും ഫിൽറ്റർ. ഒരവസരവും നൽകാതെ, ഒരു പഴുതും നൽകാതെ കൃത്യമായൊരു ഇന്നിങ്സ്. 6കൾ, നിലക്കാത്ത ബൗണ്ടറികൾ, ബാക്ക്
ടു ബാക്ക് ബൗണ്ടറികൾ. സെമി ഫൈനലിന്റെ പ്രകടനം ഇവിടെയും ആവർത്തിക്കുന്നു. ജെറിൻ സേവ്യർ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഫൈനലിലേക്ക് ടീമിനെ നയിച്ചതാണ് 91 റൺസുമായി. ഈ ഫൈനൽ മത്സരം വളരെ കൃത്യമായി നിയന്ത്രിക്കുന്നു ഷമ്മാസ്, മെയിൻ അമ്പയർ, ആൻഡ് മിസ്റ്റർ നൌഷാദ്, ലെഗ് അമ്പയർ. 8 ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 97. ബൗൾ ചെയ്യാനെത്തുന്നു ജിത്തു, സ്ട്രൈക്കിൽ ഷാഹിദുൽ ഫർസാൻ. കൃത്യമായ ബൗളിംഗ്, ഡോട്ട് ബോൾ. ജിത്തു ടു ഷാഹി, സ്ട്രൈക്കിലെത്തുന്നു ജെറിൻ. ഒരു ബ്യൂട്ടി ഷോട്ട് കവറിലേക്ക്, ഫീൽഡർ സേവ് ചെയ്യുന്നു ബൗണ്ടറി. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. സ്ട്രൈക്കിൽ വീണ്ടും ജെറിൻ. റിവേഴ്സിലുള്ള ശ്രമം, വീണ്ടും ഡോട്ട് ബോൾ. അജ്മലിന്റെ നല്ലൊരു ശ്രമമുണ്ടായിരുന്നു, പക്ഷേ പന്തിലേക്ക് എത്താൻ സാധിക്കാതെ പോകുന്നു അജ്മലിന്. ബാക്ക് ടു ബാക്ക് ഡോട്ട് ബോളുകളുമായി ജിത്തു. ഒരു ഫുൾ ടോസ് ബോൾ, ലോ ഫുൾ ടോസ് ബോൾ, ഫീൽഡർ. What a catch. അത്യുജ്വല ഇന്നിംഗ്സിന് വിരാമമാക്കുന്നു ജെറിൻ സേവ്യർ. 27 പന്തുകൾ നേരിട്ട് 68 റൺസുമായി ഫൈനലിൽ നല്ലൊരു പ്രകടനം ഫാൽക്കൺ ഫൈറ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ച് പുറത്തേക്ക്. 4ാമത്തെ വിക്കറ്റും നഷ്ടമാകുന്നു ഫാൽക്കൺ ഫൈറ്റേഴ്സിന്. മഹറൂഫിന്റെ കൃത്യമായ ഒരു ക്യാച്ച് തന്നെയായിരുന്നു ആ നിർണായക വിക്കറ്റ്. ആ വിക്കറ്റിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു പഴുതും നൽകാതെ മഹറൂഫ് ജിത്തുവിന്റെ ബൗളിങ്ങിൽ കൈകളൊതുക്കുമ്പോൾ 2 വിക്കറ്റുകൾ നേടിക്കൊണ്ട് ജിത്തു നല്ലൊരു ബ്രേക്ക് ത്രൂ നൽകുന്നു ആഷസിന് വേണ്ടി. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ മുബഷിർ. 9 ഓവർ പിന്നിടുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 102. വീണ്ടും ആവേശമാകുന്നു ഈ ഫൈനൽ. ബോൾ ചെയ്യാനെത്തുന്നു ജുനൈദ് ഷംസു. ഷാഹിദുൽ ഫർസാൻ ഒരു സിംഗിൾ നേടിക്കൊണ്ട് സ്ട്രൈക്ക് മുബുവിലേക്ക് കൈമാറുന്നു. മുബഷിർ ക്രീസിലെത്തി നേരിടുന്ന ആദ്യ ബോൾ. അതിവേഗ സ്കോറിങ്ങിലൂടെ പിടിമുറുക്കാൻ ഫാൽക്കൺ ഫൈറ്റേഴ്സ് ശ്രമിച്ചപ്പോൾ വിക്കറ്റ് നേടിക്കൊണ്ട് നല്ലൊരു ബ്രേക്ക് ത്രൂ നൽകുന്നു ജിത്തു. ജുനൈദ് ടു മുബു. രണ്ട് റൺസിലുള്ള ശ്രമം. വാട്ട് എ റണ്ണിംഗ്. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. വിക്കറ്റിനിടയിൽ അത്യുജ്വല ഓട്ടത്തിലൂടെ മുബു ആൻഡ് ഷാഹിദുൽ ഫർസാൻ. ഫൈൻ ലെഗിലേക്ക്. ഫീൽഡർ പിറകെ ഫീൽഡ് ചെയ്യുന്നു ആബിദ്. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. വീണ്ടും ഒരു ബിഗ് ഷോട്ടുള്ള ശ്രമം, പക്ഷേ ജുനൈദ് ഷംസുവിന്റെ കൃത്യമായ ബൗളിങ്ങിന് മുന്നിൽ ഡോട്ട് ബോൾ. ഒരു പവർഫുൾ ഷോട്ട്, പക്ഷേ ഗ്രൗണ്ടിൽ തന്നെയാണ്. ഫീൽഡർ യെസ്, അബ്ദുവിന്റെ കൃത്യമായൊരു ക്യാച്ചിലൂടെ 5ാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു ഫാൽക്കൺ ഫൈറ്റേഴ്സിന്. മുബഷിർ ക്രീസിലെത്തി ഒന്നും ചെയ്യാൻ സാധിക്കാതെ മടങ്ങുന്നു. ജുനൈദ് ഷംസുവിന്റെ ബൗളിങ്ങിൽ വിക്കറ്റ് നേടിയെടുത്തുകൊണ്ട് ആഷസ് പിടിമുറുക്കുന്നു. ജെറിൻ സേവ്യർ ഔട്ടായതിനു ശേഷം കളി ശക്തമായി തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു ആഷസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലൂടെ. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ മിഥുൻ. ശക്തമായൊരു തിരിച്ചുവരവുമായി ആഷസ്. സ്ട്രൈക്കിൽ മിഥുൻ. അമ്പയർ കോൾ വൈറ്റ്. സെമി ഫൈനൽ മത്സരത്തിൽ അവസാന ബോളിൽ 6 അടിച്ചുകൊണ്ട് ടീമിനെ വിജയിപ്പിച്ച ബാറ്റർ. രക്ഷപ്പെട്ടു പോകുന്നു മിഥുൻ. ഈ ടീമിനെ ഫൈനലിലേക്ക് നയിച്ചത് അവസാന ബോളിൽ 6 അടിച്ചുകൊണ്ട് വിജയത്തിലേക്ക് നയിച്ചുകൊണ്ട് മിഥുൻ്റെ ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു, എടുത്തു പറയേണ്ടതാണത്. ആഷാസ് പിടിമുറുകുന്നു. 10 ഓവർ പിന്നിടുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 108. ഇനി ശേഷിക്കുന്നത് 6 ഓവറുകൾ.
ഫൈനൽ മത്സരത്തിന്റെ ആദ്യ ഇന്നിങ്സിൽ ഇനി വെറും 36 പന്തുകൾ മാത്രം. ബാറ്റിംഗ് ലൈനപ്പ് ശക്തമായൊരു ടീമാണ് ആഷസിനെതിരെ മികച്ച ടോട്ടൽ പടുത്തുയർത്തേണ്ടത് ഫാൽക്കൺ ഫൈറ്റേഴ്സിന് അനിവാര്യമാണ്. അതിരിക്കാൻ നമുക്ക് ശേഷിക്കുന്നത് 36 പന്തുകൾ. ബൗൾ ചെയ്യാനെത്തുന്നു അബ്ദു. സ്ട്രൈക്കിൽ ഷാഹിദുൽ ഫർസാൻ. ഡോട്ട് ബോൾ. ലോങ് ഓണിൽ ഫീൽഡ് ചെയ്യുന്നു മാറൂഫ്. ഒരു സിംഗിൾ മാത്രം. സ്ട്രൈക്കിലെത്തുന്നു മിഥുൻ. ഡെലിവറി. ഡോട്ട് ബോൾ. അബ്ദുവിന്റെ തീപാറും ബൗളിംഗ്. യെസ്, മിഥുന്റെ ബാറ്റിൽ നിന്ന് പന്ത് ബൗണ്ടറിയിലേക്ക്. വിക്കറ്റ് വീഴ്ചയുടെ സമ്മർദ്ദത്തിൽ നിന്ന് കരകയറാനുള്ള ഒരു ബൗണ്ടറിയുമായി മിഥുൻ. ഓ ബ്രില്യൻ, ഗുഡ് കംബാക്ക്. ഒരു ബൈറൻ. സ്ട്രൈക്കിലെത്തുന്നു ഷാഹിദുൽ ഫർസാൻ. ബ്രില്യൻ ബൗളിംഗ്. ഡോട്ട് ബോൾ. വീണ്ടും ഒരു സിംഗിൾ. ബാക്ക് ടു ബാക്ക് സിംഗിളുകൾ മാത്രം. ബിഗ് ഷോട്ടിനുള്ള ശ്രമം. കൃത്യമായ അജ്മലിന്റെ ബൗളിംഗ്. ഡോട്ട് ബോൾ. വീണ്ടും ഒരു സിംഗിൾ മാത്രം. കൃത്യമായ ബൗളിംഗ്. അജ്മൽ. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായൊരു പിടിമുറുക്കൽ. തിരിച്ചു വരുന്നു. ഗാലറിക്കും പുറത്തേക്ക് പറത്തി വിടുന്നു ഷാഹിദുൽ ഫർസാൻ. ഓവറിന്റെ അവസാന ബോളിൽ നിർണായകമായ 6 റൺസ് നേടിയെടുക്കുന്നു. ഇനി ശേഷിക്കുന്നത് 24 പന്തുകൾ. ഇരു ടീമുകളും തുല്യ ശക്തരെന്ന് പറയേണ്ടിയിരിക്കുന്നു. ബാറ്റിങ്ങും ബൗളിങ്ങും ഒരുപോലെ. അതുകൊണ്ട് തന്നെ ആഷസിനെതിരെ നല്ലൊരു സ്കോർ നേടിയെടുക്കൽ ഫാൽക്കൺ ഫൈറ്റേഴ്സിന് അനിവാര്യമാകുന്നു. പക്ഷേ അവസാന ഓവറുകളിൽ ആഷസറക്കലിന്റെ പിടിമുറുക്കം. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ശക്തമായൊരു തിരിച്ചുവരവ്. ബൗൾ ചെയ്യാനെത്തുന്നു ഇന്നത്തെ ബൗളിംഗിലെ ഹീറോ ജിത്തു. സ്ട്രൈക്കിൽ മിഥുൻ. ഒരു സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു ഷാഹിദുൽ ഫർസാൻ. വീണ്ടും ഒരു സിംഗിൾ. ആവേശത്തിന്റെ ഫൈനൽ അറേബ്യൻ ചാമ്പ്യൻസ് ലീഗ്. വീണ്ടും ഒരു പട്ടുകൂറ്റൻ ഷോട്ട്. പക്ഷേ ഗ്രൗണ്ടിൽ തന്നെയാണ് ബോൾ. ഫീൽഡർ യെസ്, അനായാസമത് ജുനൈദ് ഷംസു കൈകൾ ഒതുക്കുന്നു. ജിത്തു ഈ ഫൈനൽ മത്സരത്തിൽ നിർണായക 3 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു. ഇതൊരു ബൗളിംഗ്, ഇത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞതാണ്, വ്യത്യസ്തമായ ബോളുകൾ കൊണ്ട് ബാറ്റേഴ്സിനെ കബളിപ്പിക്കുന്ന ബൗളർ എന്ന് വെറുതെ പറഞ്ഞതല്ല. ഈ നിർണായക ഫൈനലിൽ നിർണായക വിക്കറ്റുകൾ നേടിക്കൊണ്ട് ജിത്തു തിരുമിറ്റക്കോട്. ലിസ്റ്റിലെത്തുന്നു ന്യൂ ബാറ്റർ ഗിരിധർ, റിയൽ ഫിനിഷർ. അവസാന ഓവറുകളിൽ സിക്സറുകൾ കൊണ്ടാറാട്ട് നടത്തുന്ന ഗിരിധർ പത്തനംതിട്ടയുടെ സൂപ്പർ താരം. പക്ഷേ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് വളരെ ശക്തമാണ് ആഷസിൻ്റെത്. നേരിട്ട് ആദ്യ ബോൾ സിക്സിലേക്ക്. വെറുതെ പറഞ്ഞതല്ല ഫിനിഷർ എന്ന. നേരിടുന്ന പന്തുകളെല്ലാം സിക്സറിലേക്ക് പറത്താനുള്ള വെമ്പൽ കൊണ്ടുമായി ക്രീസിലെത്തുന്ന ബാറ്ററാണ് പത്തനംതിട്ടയുടെ ഹാർഡ് ഹിറ്റർ ഗിരിധർ. ടൂർണമെന്റിന്റെ തന്നെ മികച്ച ബൗളർക്കെതിരെയാണ് നേരിട്ട് ആദ്യ ബോൾ തന്നെ സിക്സറിലേക്ക് പറത്തിയത്. വീണ്ടും സ്ട്രൈറ്റിലേക്ക് ഒരു സിംഗിൾ. വിക്കറ്റ് കീപ്പർ അജ്മൽ ക്യാച്ച് എടുത്തുകൊണ്ട്
തുടരെ 2 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു ജിത്തു. 4 വിക്കറ്റുകൾ ഫൈനൽ മത്സരത്തിൽ നേടിക്കൊണ്ട് ജിത്തുവിന്റെ ബൗളിംഗ് പ്രകടനം. ഷാഹിദുൽ ഫർസാൻ പുറത്തേക്ക്. ഇഞ്ചോടിഞ്ച് പോരാട്ടം, ആവേശത്തിന്റെ ഫൈനൽ. അറേബ്യൻ ചാമ്പ്യൻസ് ലീഗ്, ആഷസ് അറക്കൽ വേഴ്സസ് ഫാൽക്കൻ ഫൈറ്റേഴ്സ്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ സിദ്ധു. ക്രിക്കറ്റ് ബോളിലും ടെന്നീസ് ബോളിലും ഒരുപോലെ അത്യുജ്വല പോരാട്ടം നടത്തുന്ന ബാറ്റർ ഓൾറൗണ്ടർ സിദ്ധു. 13 ഓവർ പിന്നിടുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 132. ഇനി ശേഷിക്കുന്നത് 18 പന്തുകൾ. ചാനത്തുന്നു അബ്ദു. സ്ട്രൈക്കിൽ ഗിരിധർ. ഒരു ബൈറൻ. അബ്ദു കഴിഞ്ഞ ഓവർ ബോൾ ചെയ്യാനെത്തി വെറും 6 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. യു ബാറ്റർ സിദ്ധു സ്ട്രൈക്കിൽ. നേരിട്ടാദ്യ ബോൾ സിദ്ധു. ദ സ്റ്റൈലിഷ് ഷോട്ട്, പവർ ഷോട്ട്. ക്രിക്കറ്റിന്റെ എല്ലാ ഭംഗിയും നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായ ഷോട്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞു, ക്രിക്കറ്റ് ബോളിലും ടെന്നീസ് ക്രിക്കറ്റിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന ബാറ്റർ സിദ്ധു. വീണ്ടും ഗുഡ് കംബാക്ക്. അബ്ദു 6 വഴങ്ങിയതിനു ശേഷം ഒരു സിംഗിൾ മാത്രം. ഒരു ബിഗ് ഷോട്ടിനുള്ള ശ്രമം, പക്ഷേ ഫീൽഡർ ജുനൈദ് ഷംസു മിസ്സായി പോകുന്നു. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. വാട്ട് ആർ റണ്ണിങ്. ബ്രില്യന്റ് ബൗളിംഗ്. വാട്ട് ആർ യോർക്കർ. അബ്ദു. ഒരു സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു സിദ്ധു. ഒരു സിംഗിൾ നേടിയെടുക്കുന്നു. ഇനി ശേഷിക്കുന്നത് 12 പന്തുകൾ. ബൗൾ ചെയ്യാനെത്തുന്നു ജിതു. 14 ഓവർ പിന്നിടുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 147. 4 വിക്കറ്റ് നേട്ടവുമായി ജിതു. സ്ട്രൈക്കിൽ സിദ്ധു. ജിത്തു ടു സിദ്ധു. ഡോട്ട് ബോൾ. ബ്രില്യന്റ് ഡെലിവറി ജിതു. ക്ലീൻ ബൗൾഡ്. 5 വിക്കറ്റ് നേട്ടവുമായി മികവാർന്ന പ്രകടനം. കൈവിരലുകളിൽ മാന്ത്രികത കൊണ്ട് ബാറ്റേഴ്സിനെ കബളിപ്പിക്കുന്ന ജിതു തിരുവിറ്റക്കോട് ഈ ഫൈനൽ മത്സരത്തിൽ ആഷസ് അറക്കലിന് വേണ്ടി 5 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു. ടീസിലെത്തുന്നു ന്യൂ ബാറ്റർ ഫസ്മിർ. ശ്രീലങ്കൻ കളിക്കാരൻ ഇന്ന് ഫാൽക്കൻ ഫൈറ്റേഴ്സിന് വേണ്ടി ഈ ഫൈനൽ മത്സരത്തിൽ ബാറ്റ് ചെയ്യാനിറങ്ങുന്നു. ഫസ്മിർ. കൈവിരലുകളിൽ തലച്ചോറുമായി പന്തെറിയുന്ന ജിതു ഈ നിർണായക ഫൈനലിൽ ആഷസ് അറക്കലിന് വേണ്ടി നിർണായക 5 വിക്കറ്റുകൾ നേടിയെടുത്തുകൊണ്ട് അത്യുജ്വല പ്രകടനം. ഏതൊരു കളിക്കാരനും സ്വപ്നം കാണുന്ന അത്യുജ്വല നേട്ടം. ജിതു തിരുമിറ്റക്കോട്. സ്ട്രൈക്കിൽ ന്യൂ ബാറ്റർ ഫസ്മിർ. വീണ്ടും എടുത്തുകൊണ്ട് 6 വിക്കറ്റുകൾ. എന്തൊരു ബൗളിംഗ് പ്രകടനം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരൊറ്റയാൾ പോരാട്ടം നടത്തുന്നു ജിതു. മാന്ത്രിക സ്പെല്ലുമായി, മാന്ത്രിക ബൗളിംഗുമായി ആഷസ് അറക്കലിന്റെ രക്ഷകനാകുന്നു ഈ ജിതു എന്ന തിരുമറ്റക്കോട്ടുകാരൻ. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ഷംസു. ലെഗ് സ്റ്റംപിനെ തൊട്ടുരുമിക്കൊണ്ട് അമ്പയർ കോൾ വൈറ്റ്. ഒരു എക്സ്ട്രാ റണ്ണിലൂടെ സ്കോർ 148. ഇന്നത്തെ ജിത്തുവിൻ്റെ ഒരു ബൗളിംഗ് പ്രകടനം, ഒരു ഫൈനൽ മത്സരമാണിതെന്ന് ഓർക്കണം. ഏതൊരു കളിക്കാരനും സ്വപ്നം കാണുന്ന ഒരു നേട്ടം, അത് യാഥാർത്ഥ്യമാക്കിയെടുക്കുന്നു ആഷസിന് വേണ്ടി ജിത്തു. 6 വിക്കറ്റുകൾ. ഒരു ഫുൾ ടോസ് ബോൾ. അത് സേഫായി ലാൻഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ മാത്രം. സ്ട്രൈക്കിലെത്തുന്നു ഗിരിധർ. ഡോട്ട് ബോൾ. ബ്രില്യന്റ് ജിത്തു. ഒരു ഫുൾ ടോസ് ബോൾ. ഫീൽഡ് ചെയ്യുന്നു തൗഫീഖ്. ഒരു സിംഗിൾ മാത്രം. ഓവർ പൂർത്തിയാവുന്നു. ഇനി ശേഷിക്കുന്നത് 6 പന്തുകൾ.
സ്കോർ 150 ശക്തമായൊരു തിരിച്ചുവരവായിരുന്നു ജിതുവിൻ്റെ ബൗളിങ്ങിലൂടെ ആഷസ് നടത്തിയത്. എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു പ്രകടനം. 64 റൺസുമായി ടീമിനെ മുന്നിൽ നിന്ന് പട്ടനയിച്ച ജെറിൻ സേവ്യറിൻ്റെതടക്കം നേടിയെടുത്തത് ഈ ഫൈനൽ മത്സരത്തിൽ 6 വിക്കറ്റുകളാണ്. ആവേശവും സമൃദ്ധവും ഒരുപോലെ ഒരുമിച്ച് നിൽക്കുന്ന ഫൈനൽ മത്സരം. SCL സീസൺ 1 ഫൈനൽ മത്സരത്തിൻ്റെ ആദ്യ ഇന്നിങ്സിൻ്റെ അവസാന ഓവറിൻ്റെ ആദ്യ ബോൾ ചാനത്തുന്നു അബ്ദു ടു ഗിരിധാർ. ആദ്യ ബോളിൽ ഒരു സിംഗിൾ, 2 റൺസ്. ശ്രമം, ഡയറക്ട് ത്രോ, പക്ഷേ ശക്തമായ അപ്പീൽ. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. അമ്പയർ ഡിസിഷൻ നോട്ട് ഔട്ട്. ഒരു ബിഗ് ഷോട്ട്, സീത യാസ് നേടിയെടുക്കുന്ന ഒരു പട്ടുകൂറ്റൻ 6. എല്ലാ പ്രതീക്ഷകളും ഇനി ഗിരിധറിലാണ്. ശേഷിക്കുന്നത് 4 ബോളുകൾ. ആവേശമല തല്ലുന്ന ഫൈനൽ മത്സരം. വീണ്ടും ഒരു സിംഗിൾ. ഒരു സിംഗിൾ മാത്രം. സ്ട്രൈക്ക് ഷംസുവിലേക്ക്. അബ്ദു ടു ഷംസു. ഒരു ഫുൾ ഷോട്ട്, പക്ഷേ ഫീൽഡർ ജുനൈദ് ഷംസു അനായാസം അത് കൈകളിൽ ഒതുക്കുന്നു. 10ാമത്തെ വിക്കറ്റും നഷ്ടമാകുന്നു. വിജയലക്ഷ്യം 160. തുടക്കത്തിൽ ഫാൽക്കൺ ഫൈറ്റേഴ്സിന്റെ കടന്നാക്രമണത്തെ അതിജീവിച്ചുകൊണ്ട് ആഷസിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് തിരിച്ചു വന്നൊരു മത്സരമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആദ്യ ഇന്നിങ്സ് പൂർത്തിയാകുമ്പോൾ ഈ ഫൈനലിനെ കുറിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. ഫാൽക്കൺ ഫൈറ്റേഴ്സിലും ശക്തമായൊരു ബൗളിംഗ് നിരയുള്ള ടീമു തന്നെയാണ്. ആവേശമല തല്ലുന്നൊരു ഫൈനലായി മാറുമെന്നതിൽ സംശയമില്ല. ആവേശത്തിന്റെ ഫൈനൽ മത്സരം. അറേബ്യൻ ചാമ്പ്യൻസ് ലീഗ്. ജെറിൻ സേവ്യറിന്റെ ബാറ്റിംഗ് കരുത്തിൽ ഫാൽക്കൺ ഫൈറ്റേഴ്സ് നേടിയെടുത്തത് 15 ഓവറും 4 ബോളും കളിച്ച് 159. വിജയലക്ഷ്യം 160. ഫാൽക്കൺ ഫൈറ്റേഴ്സ് വേഴ്സസ് ആഷസ് ഗ്രാൻഡ് ഫിനാലെ. ആഷസിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു ക്യാപ്റ്റൻ മഷു ആൻഡ് ജുനൈദ് ഷംസു. ആഷസ് അറക്കൽ വേഴ്സസ് ഫാൽക്കൺ ഫൈറ്റേഴ്സ്. ആദ്യ ഓവർ എറിയാനെത്തുന്നു മിഥുൻ. സ്ട്രൈക്കിൽ ജുനൈദ് ഷംസു. വിക്കറ്റിന് പിന്നിൽ സാബു. ആദ്യ ബോൾ അനായാസം ഒരു സിംഗിൾ നേടിയെടുക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു ക്യാപ്റ്റൻ മഷുട്ടി. ഫസ്റ്റ് സ്ലിപ്പിൽ ഗിരിധർ, സെക്കൻഡ് സ്ലിപ്പിൽ ഷംസു, പോയിന്റിൽ അസി. ഡോട്ട് ബോൾ, നേരിട്ട് ആദ്യ ബോൾ. മഷൂരു ബിഗ് ഷോട്ടുള്ള ശ്രമം, പക്ഷേ ഡോട്ടായി പോകുന്നു. സ്ക്വയറിൽ ഫീൽഡ് ചെയ്തു ഫസ്മിർ. അനായാസ ക്യാച്ച് അസീസിന്റെ കൈകളിൽ ഭദ്രം. മിഥുന്റെ ബൗളിംഗിൽ ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു. അസി ക്യാച്ച് എടുത്തുകൊണ്ട് ക്യാപ്റ്റൻ മഷു പുറത്തേക്ക്. ആധിപത്യം നേടിയെടുക്കുന്നു. ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നേടിക്കൊണ്ട് മിഥുൻ ഈ ടൂർണമെന്റിൽ ഉടനീളം അത്യുജ്വല ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച ബൗളറാണ്. ന്യൂ ബോളിൽ മിഥുനം മറികടക്കാൻ മറ്റൊരു ബൗളർ ജനിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം തന്നെ പറയാൻ. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ അജ്മൽ അജു. ഡേഞ്ചറസ് ബാറ്റർ. ബിഗ് ഷോട്ട്, ഫിൽട്ടർ കൃത്യമായത് ഫീൽഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു ജുനൈദ് ഷംസു. ലോങ് ഓണിൽ ഫീൽഡ് ചെയ്യുന്നു യങ് പ്ലെയർ ഫൈസലിൻ്റെ കൃത്യമായൊരു ഫീൽഡിംഗ് തന്നെയാണ് ആ ബൗണ്ടറി സേവ് ചെയ്തത്. മിഥുൻ ടു ജുനൈദ്.
What a bowling, what a delivery. പക്ഷേ സ്ട്രൈക്കിലുള്ളത് ജുനൈദ് ഷംസുവാണ്. ഗ്രൗണ്ട് ഏതായാലും എനിക്ക് നേരെ വരുന്ന ഓരോ ബോളുകളും ബൗണ്ടറി കടത്താൻ ശേഷിയുള്ള ബാറ്റർ. ക്രിക്കറ്റ് ബോളിലും ടെന്നീസ് ക്രിക്കറ്റിലും ഒരുപോലെ മികവ് പുലർത്തുന്ന ബാറ്റർ. ഒരു ലോ ഫുൾ ടോസ് ബോൾ ഫീൽഡ് ചെയ്യുന്നു മുബഷിർ. വീണ്ടും ഒരു സിംഗിൾ മാത്രം. മിഥുൻ്റെ കൃത്യമായൊരു ബൗളിംഗ്. വെറും 3 റൺസ് മാത്രം വിട്ടുകൊടുത്ത ഒരു വിക്കറ്റും നേടിയെടുക്കുന്നു. ബൗൾ ചെയ്യാനെത്തുന്നു ഫൈസൽ. സ്ട്രൈക്കിൽ ജുനൈദ്. ഓ ബാറ്റ് ലെഗ് അമ്പയറിലേക്ക് തെറിച്ചു പോകുന്നു. ശക്തമായ അപ്പീൽ. ബാറ്റ് പോലും തെറിച്ച ലെഗ് അമ്പയറുടെ തലയിലേക്ക് വീഴേണ്ട ഒരു സാഹചര്യം. പക്ഷേ രക്ഷപ്പെട്ടു പോകുന്നു. ബാറ്റ് എടുത്തു കൊടുക്കുന്നു ഫാൽക്കൺ ഫൈറ്റേഴ്സ് ഫീൽഡർ ഫസ്മീർ. ജുനൈദ് ഷംസു. ഒരു ബിഗ് ഷോട്ടിലുള്ള ശ്രമമായിരുന്നു. ശക്തമായ അപ്പീലും ഉണ്ടായിരുന്നു. പക്ഷേ അമ്പയർ ഡിസിഷൻ നോട്ട് ഔട്ട്. ഫീൽഡ് ചെയ്യുന്നു ബൗണ്ടറിയിൽ ഫാറൂഖ്. കൃത്യമായൊരു ഫീൽഡിംഗ്. ഒരു സിംഗിൾ. ബ്രില്യന്റ്. What a changer bowling-മായി ഫൈസൽ അഹമ്മദ്. യങ് പ്ലെയർ, the real all-rounder. ഒരു ബിഗ് ഷോട്ടുള്ള ശ്രമം. ഫീൽഡർ മിഥുൻ അനായാസ ക്യാച്ച. രണ്ടാമത്തെ വിക്കറ്റും, അതും ഒരു ബിഗ് വിക്കറ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു നിർണായക വിക്കറ്റ് ഒരു ചേഞ്ചർ ബൗളിംഗിൽ നേടിയെടുക്കുന്നു ഫൈസൽ. ഓപ്പൺ ബൗൾ ചെയ്യാനെത്തിയ മിഥുനും ഫൈസലും അവരവരുടെ ഓവറുകളിൽ വിക്കറ്റുകൾ നേടിക്കൊണ്ട് ആധിപത്യം ഉറപ്പിക്കുന്നു ഫാൽക്കൺ ഫൈറ്റേഴ്സ് ഈ ഫൈനൽ മത്സരത്തിൽ. പക്ഷേ വാലറ്റം വരെ ബാറ്റിംഗ് ശക്തമായ ടീമാണ് ആഷസ് അറക്കൽ. ഒരറ്റത്തിപ്പോഴും ജുനൈദ് ഷംസുണ്ട്. അവേശമല തല്ലുന്ന ഫൈനൽ. അജ്മൽ അജു പുറത്തായതിനു ശേഷം ആഷസിന് വേണ്ടി ക്രീസിലെത്തുന്നു അജ്മൽ ഹസൻ. വിക്കറ്റിന് പിന്നിൽ നിന്ന് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച കളിക്കാരൻ കൂടിയാണ് അജ്മൽ ഹസൻ. വീണ്ടും what a delivery. സമ്മർദ്ദത്തിലേക്ക് പോകുന്നു ആഷസ്. പവർ പ്ലേയിൽ ഒരു പാർട്ണർഷിപ്പ് പോലും അനുവദിക്കാതെ, ഒരു ബൗണ്ടറി പോലും അനുവദിക്കാതെ ഫാൽക്കൺ ഫൈറ്റേഴ്സിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഫീൽഡ് ചെയ്യുന്നു സിദ്ധു. കൃത്യമായൊരു ഫീൽഡിംഗ്. ഡോട്ട് ബോൾ. ഒരു സിംഗിൾ മാത്രമാണ് ഇതുവരേക്കും ഫൈസൽ അനുവദിച്ചത്. ഒരു വിക്കറ്റും നേടിയെടുക്കുന്നു ഫൈസൽ. കൃത്യമായ ബൗളിംഗ്. 2 ഓവർ പിന്നിടുമ്പോൾ ഫാൽക്കൺ ഫൈറ്റേഴ്സ് 2 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു. ആഷസിന് നേടാനായത് 4 റൺസ് മാത്രം. സ്ട്രൈക്കിലെത്തുന്നു ജുനൈദ് ഷംസു. തളരാത്ത പോരാളി. ബൗൾ ചെയ്യാനെത്തുന്നു മിഥുൻ. 3rd ഓവറിൻ്റെ ആദ്യ ബോൾ. ഒരു സ്ലോ ഓവർ ബോൾ. അനായാസം അത് 6ലേക്ക് കടത്തി വിടുന്നു ജുനൈദ് ഷംസു. ബ്രില്യന്റ് ഷോട്ട്. എക്സ്പീരിയൻസ് ഷോട്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ ഒരു 6 നേടിയതിനെ കുറിച്ച്. ഗുഡ് കംബാക്ക്. ഡോട്ട് ബോൾ. ആദ്യ ഇന്നിങ്സിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ജെറിൻ സേവ്യറിൻ്റെ ഒറ്റയാൾ പോരാട്ടം. അതിനെ മറികടന്നത് മികവാർന്ന ബൗളിങ്ങുമായി ജിതുവിൻ്റെ ഒറ്റയാൾ ബൗളിംഗ് പ്രകടനം. 6 വിക്കറ്റ് നേടിക്കോട്ടെ. മിഥുൻ ടു ജുനൈദ്. ഒരു ബിഗ് ഷോട്ട്. സംശയമേതുമില്ലാതെ 6ലേക്ക് 2 സിക്സുകൾ നേടിയെടുക്കുന്നു ജുനൈദ് ഷംസു. ആരവമുയരുന്നു ആഷസിന്റെ ഭാഗത്തു നിന്ന് ജുനൈദിന്റെ 6ലൂടെ. പവർ പ്ലേയിലെ 3ാമത്തെ ഓവറിൽ 3 പന്തുകൾക്കിടെ 2 സിക്സുകൾ നേടിയെടുക്കുന്നു. ഒരു ഫുൾ ടോസ് ബോൾ. പക്ഷേ ഒരു സിംഗിൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത്. ഓഫ് സൈഡിൽ നല്ലൊരു തന്ത്രപൂർവം എന്ന് പറയേണ്ടിയിരിക്കുന്നു. മിഥുൻ ഒരു വൈഡ് ബോളിൽ എറിഞ്ഞ ഒരു ഫുൾ ടോസ് ബോൾ. പക്ഷേ ജുനൈദ് അതൊരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത്. സ്ട്രൈക്കിലെത്തുന്നു അജ്മൽ ഹസൻ.
ഫീൽഡ് ചെയ്യുന്നു ഷാഹിദുൽ ഫർസാൻ. ഒരു സിംഗിൾ നേടി സ്ട്രൈക്ക് ജുനൈദിലേക്ക് കൈമാറുന്നു. ഒരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്താനുള്ള ശ്രമമാണ് അജ്മലും ജുനൈദും കൂടി. ഫീൽഡ് ചെയ്തു അസി. സിംഗിൾ, ഒരു റിസ്കി റൺ, പക്ഷെ അത് കൃത്യമായി ഓടി പൂർത്തിയാക്കുന്നു ജുനൈദ് ആൻഡ് അജ്മൽ. 13 റൺസാണ് കഴിഞ്ഞ ഓവറിൽ നേടിയെടുത്തത് ആഷാസ് ജുനൈദിൻ്റെ 2 ബൗണ്ടറികളോടെ. ബോൾ ചെയ്യാനെത്തുന്നു ഫൈസൽ അഹമ്മദ്. നേരിട്ട് ആദ്യ ബോൾ സ്ട്രൈറ്റിലേക്ക്, ഫീൽഡർ മുബഷിർ. ഡോട്ട് ബോൾ, കൃത്യമായൊരു ഫീൽഡിംഗ്. ഫൈസൽ ടു ജുനൈദ്. ശക്തമായ റപ്പി. ഫൈസലിന്റെ കണിശമായ ബൗളിംഗിൽ വിക്കറ്റ് കീപ്പർ സാബു കച്ചെടുത്ത്. ശക്തമായ റപ്പിയിൽ അമ്പയർ ഡിസിഷൻ പെൻഡിംഗ്. ജുനൈദ് ഷംസു. ആഷസ് അറക്കലിന്റെ നിർണായക വിക്കറ്റാണ്. ബാറ്റിംഗ് നെടുന്തൂൺ ജുനൈദ്. അമ്പയറിലേക്ക് ഡിസ്കസിലേക്ക് പോകുന്നു. കാത്തിരിക്കാം നമുക്ക്. യെസ്, ഔട്ട് വിധിക്കുന്നു. ആഷസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഫൈസലിന്റെ ശക്തമായ ബൗളിംഗ്. സാബു ക്യാച്ചെടുത്തുകൊണ്ട് അടുത്ത വിക്കറ്റും നഷ്ടമാകുന്നു ആഷസ് അറക്കലിന്. ജുനൈദ് പുറത്തേക്ക്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ മഹറൂഫ്. സമ്മർദ്ദഘട്ടങ്ങൾ അതിജയിക്കുന്ന ബാറ്റർ എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു മഹറൂഫിനെ കുറിച്ച്. പല മത്സരങ്ങളിൽ നമ്മളത് കണ്ടു കഴിഞ്ഞതാണ്. വിക്കറ്റ് വീഴ്ചയുടെ സമ്മർദ്ദഘട്ടങ്ങളിൽ ഏത് ടീമിന് വേണ്ടി കളിച്ചാലും രക്ഷകനാകുന്ന ഒരു ബാറ്ററാണ്. പല വട്ടം കണ്ടതാണ് ക്രിക്കറ്റ് ലോകമത്. ഇന്നത് ആവർത്തിക്കാൻ മഹറൂഫിന് സാധിക്കുമോ? നമുക്ക് കാത്തിരിക്കാം. ആവേശത്തിൻ്റെ ഫൈനൽ ACL സീസൺ 1 ഫൈസൽ 2 മഹറൂഫ്. ബൗളിംഗ്, ഡോട്ട് ബോൾ. പക്ഷേ ആ ഡിഫൻഡ് ചെയ്ത തീരുമാനം ബ്രില്യൻ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നഷ്ടമായത് ഒരു നിർണായക വിക്കറ്റാണ്. അതുകൊണ്ട് തന്നെ കരുതിയിരിക്കേണ്ട പന്തുകളെ കരുതി തന്നെ കളിക്കുന്നു മഹറൂഫ്. ഫൈസൽ ടു മഹറൂഫ്. ഫീൽഡ് ചെയ്യുന്നു സിധു. കൃത്യമായൊരു ഫീൽഡിംഗ്. വീണ്ടും ഡോട്ട് ബോൾ. ഫൈസലിൻ്റെ ആ ഒരു ബൗളിംഗ് പ്രകടനം എടുത്തു പറയേണ്ടതാണ്. പവർ പ്ലേയിൽ കഴിഞ്ഞ ഓവറിൽ ഒരു റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. കഴിഞ്ഞ ഓവറിലും ഈ ഓവറിലും വിക്കറ്റുകളും നേടിയെടുക്കുന്നു. കൃത്യമായൊരു ബൗളിംഗ്. ഡെലിവറി. ബാറ്റിങ്ങിലും ഫൈസൽ നല്ലൊരു പ്രകടനം. ജെറിൻ സേവരിന് നല്ലൊരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്താൻ കൂടെ നിന്ന കളിക്കാരൻ. ബൗളിങ്ങിലും അത്യുജ്വല പ്രകടനം കാഴ്ചവെക്കുന്നു. എനർജി 11 എനർജി പ്ലെയർ ഇന്ന് ഫാൽക്കൻ ഫൈറ്റേഴ്സിന് വേണ്ടി മികവാർന്ന പ്രകടനം. ഒരു ലോ ഫുൾ ടോസ് ബോൾ ഫൈൻ ലെഗിലേക്ക് തിരിച്ചു വിടുന്നു. ഫീൽഡർ പിറകെ. ഫീൽഡർ സിധു. കൃത്യമായ ഒരു ഫീൽഡിംഗ്. പക്ഷേ 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. നല്ലൊരു ഫീൽഡിങ്ങും നല്ലൊരു ഷോട്ടും കണ്ട ഒരു ബോളായിരുന്നു അത്. ഫൈസൽ അഹമ്മദ് 2 ഓവർ ബൗൾ ചെയ്ത് പവർ പ്ലേയിൽ വെറും 3 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. 2 വിക്കറ്റുകളും നിർണായക 2 വിക്കറ്റുകളും നേടിയെടുക്കുന്നു ഫൈസൽ അഹമ്മദ്. പവർ പ്ലേ 4 ഓവർ അവസാനിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 19. സ്ട്രൈക്കിൽ അജ്മൽ ഹസൻ. വിക്കറ്റിന് പിന്നിൽ SM07 ക്യാപ്റ്റൻ സാബു. പോയിന്റിൽ ഷംസു. സ്ലിപ്പിൽ സിധു. ആദ്യ ബോൾ. ഫീൽഡ് ചെയ്യുന്നു ഫാറൂഖ്. ബൗണ്ടറിയിൽ നിന്ന് ഓടിയെത്തുന്നു. ആ പന്തിലേക്ക് ഒരു സിംഗിൾ മാത്രമാണ് അനുവദിക്കുന്നത്. സ്ട്രൈക്കിൽ മഹറൂഫ്. മിഥുൻ ടു മഹറൂഫ്. ബ്രില്യന്റ്. ഫാൽക്കൻ ഫൈറ്റേഴ്സിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് പിടിമുറുക്കുന്ന കാഴ്ച കാണുന്നു. എന്തുകൊണ്ടും ആവേശം നിറഞ്ഞൊരു ഫൈനലാക്കുമെന്നതിൽ സംശയമില്ല. അറേബ്യൻ ചാമ്പ്യൻസ് ലീഗ് സീസൺ 1. ഒരു ബിഗ് ഷോട്ട്. ബൗണ്ടറിയിൽ ഫാറൂഖ്. കൃത്യമായ ഫീൽഡിംഗ്. വാട്ട് എ ത്രോ, വാട്ട് എ ഫീൽഡിംഗ്. ഒരു സിംഗിൾ മാത്രമാണ് ആ ഒരു ഷോട്ടിൽ നേടിയെടുക്കാൻ ആഷസിന് സാധ്യമാകുന്നത്. സ്ട്രൈക്കിലെത്തുന്നു അജ്മൽ ഹസൻ. എതിരാളികൾ ശക്തരാകുമ്പോൾ ആവേശമാകുന്നു ഫൈനൽ മത്സരം. ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവോളം ആസ്വദിക്കാൻ ഇതാ മറ്റൊരു ഫൈനൽ കൂടി.
ഒരു ചേഞ്ചർ ബോൾ. പക്ഷേ ആ ബോൾ അവസാനം വരെ വാച്ച് ചെയ്തുകൊണ്ട് അത് ബൗണ്ടറിയിലേക്ക് കട്ട് ചെയ്ത് വിടുന്നു. ഫീൽഡ് ചെയ്യുന്നു മുബഷിർ. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. ഒരു സിംഗിൾ. വീണ്ടും കൃത്യമായൊരു ബൗളിംഗ്. ഫീൽഡ് ചെയ്യുന്നു സിദ്ധുവിന്റെ ഒരു ത്രോ. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു കൃത്യമായ ഓട്ടത്തിലൂടെ. 2 റൺസ് നിർണായകം. അജ്മൽ ആൻഡ് മഹ്റൂഫ്. പക്ഷേ സിദ്ധുവിന്റെ കൃത്യമായ ഒരു ഫീൽഡിംഗ് ഉണ്ടായിരുന്നു, നല്ല ത്രോയും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയും മറികടക്കുന്ന 2 റൺസ് നേടിയെടുക്കുന്നു. 5 ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 26. ബൗൾ ചെയ്യാനെത്തുന്നു ഫൈസൽ അഹമ്മദ്. ഫൈസൽ ടു അജ്മൽ. ബ്രില്യൻ ബൗളിംഗ്, ബ്രില്യൻ ഷോട്ട്. ഒരു സിംഗിൾ മാത്രം. സ്ട്രൈക്കിലെത്തുന്നു മഹ്റൂഫ്. വിക്കറ്റ് വീഴ്ചയുടെ സമ്മർദ്ദ ഘട്ടത്തെ അതിജീവിക്കാനുള്ള ഒരു പ്രയത്നമാണ് അജ്മലും മഹ്റൂഫും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രില്യന്റ് ഡെലിവറി, ഡോട്ട് ബോൾ. ഫൈസൽ അഹമ്മദ് അത്ഭുതപ്പെടുത്തുന്ന ബൗളിംഗുമായി ഫാൽക്കൺ ഫൈറ്റേഴ്സിന് വേണ്ടി പല വമ്പന്മാരെയും പരാജയപ്പെടുത്തിക്കൊണ്ടു തന്നെയാണ് ആശ്വസറക്കലും ഫാൽക്കൺ ഫൈറ്റേഴ്സും ഈ ഫൈനൽ മത്സരത്തിന് യോഗ്യത നേടിയത്. അതുകൊണ്ട് തന്നെ അവസാനം വരെ ആവേശം ചോരാതെ നമുക്ക് ഈ ഫൈനൽ മത്സരം ആസ്വദിക്കാൻ കഴിയുമെന്നതിൽ സംശയമില്ല. ബൗൾ ചെയ്യുന്നു ഫൈസൽ അഹമ്മദ് ടു മഹ്റൂഫ്. ഒരു ക്യാച്ചിനുള്ള ശ്രമം. എഡ്ജ് എടുത്ത് പന്ത് ബൗണ്ടറിയിലേക്ക്. ഫീൽഡർ സിധുവിനും അത് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. നല്ലൊരു ബൗളിംഗ് തന്നെയായിരുന്നു, പക്ഷേ എഡ്ജ് എടുത്തുകൊണ്ട് അത് ബൗണ്ടറിയിലേക്ക്. നിർണായക 4 റൺസ് ലഭിക്കുന്നു മഹ്റൂഫിന്റെ ബാറ്റിലൂടെ. കവറിൽ മനോഹരമായൊരു ഷോട്ട്. പക്ഷേ ഫീൽഡർ ഉണ്ട് അവിടെ. ഷംസു ഫീൽഡ് ചെയ്യുന്നു. ബാക്ക് ടു ബാക്ക് സിംഗിൾ. ഫൈസൽ ടു മഹ്റൂഫ്. ബ്രില്യൻറ്റ് ഡോട്ട് ബോൾ. അത് ഡിഫെൻഡ് ചെയ്യാനുള്ള തീരുമാനവും ശരിയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ വിക്കറ്റുകളും നിർണായകമാണ്. ആഷസിന് നഷ്ടപ്പെട്ടത് 3 വിക്കറ്റുകളാണ്. 6 ഓവർ പിന്നിടുന്നു. 6 ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 33. ഇനി വേണ്ടത് 60 പന്തിൽ 127. ഈ ഫൈനൽ തീപാറുമെന്നതിലൊരു സംശയവും വേണ്ട. കാത്തിരിക്കാൻ നമുക്ക്. ബൗൾ ചെയ്യാനെത്തുന്നു മുബഷിർ. ബോംബെ വാല. ടു അജ്മൽ. വട ബൗളിംഗ്, വട ഡെലിവറി. കട്ടർ ബൗളിംഗിന്റെ ഉസ്താദ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എത്രയെത്ര വിക്കറ്റുകളാണ് ക്രിക്കറ്റ് മൈതാനങ്ങളിൽ തൻ്റെ കട്ടർ ബൗളിങ്ങിലൂടെ നേടിയെടുത്തത് ഈ മലപ്പുറത്തുകാരൻ മുബഷിർ. ഒരു ബ്രില്യൻ സിംഗിൾ. അജ്മൽ. സ്ട്രൈക്കിലെത്തുന്നു മഹ്റൂഫ്. കരുത്തരായ ബാറ്റേഴ്സ് തന്നെയാണ് ക്രീസിലുള്ളത്. കളി ഏതു നിമിഷവും ചൂട്ടുപിടിക്കാം. ടു മഹ്റൂഫ്. ബ്രില്യൻ ഡെലിവറി, ഡോട്ട് ബോൾ. മഹ്റൂഫ് എന്ന അത്യുജ്വല ബാറ്ററെ കബളിപ്പിച്ചുകൊണ്ട് മുബഷിറിന്റെ ബൗളിംഗ് പ്രകടനം. ഒരു ഫുൾ ടോസ് ബോൾ. ഫീൽഡ് ചെയ്യുന്നു വിക്കറ്റ് കീപ്പർ സാബു. തൻ്റെ കാലുകൾ കൊണ്ട് ആ ബോൾ അവിടെ സേവ് ചെയ്യുന്നു. ഒരു സിംഗിൾ. സ്ട്രൈക്കിലെത്തുന്നു അജ്മൽ. അഷസിന്റെ ഗാലറിയിലിരിക്കുന്ന കാണികളുടെ നിശബ്ദത മറികടക്കണമെങ്കിൽ അജ്മലിന്റെ ബാറ്റ് ശബ്ദിക്കേണ്ടിയിരിക്കുന്നു. ഒരു ബിഗ് ഷോട്ടിലെ ശ്രമം. പക്ഷേ ഫൈസൽ അഹമ്മദ്. വാട്ട് എ ക്യാച്ച്, ബ്രില്യന്റ് ക്യാച്ച്. ഫൈസൽ അഹമ്മദ്, ദ യങ് പ്ലെയർ. നിർണായക വിക്കറ്റ്. അജ്മലിന്റെ വിക്കറ്റ് നേടിയെടുക്കുന്നു മുബഷിറിന്റെ ബൗളിംഗിൽ. പക്ഷെ ആ ഒരു ക്യാച്ച് മനോഹരിത നിലനിർത്തുന്ന, ക്രിക്കറ്റിന്റെ മനോഹരിത നിലനിർത്തുന്ന ഒരു ക്യാച്ച് തന്നെയായിരുന്നു ഫീൽഡിങ്ങിൽ. മുബഷിറിന്റെ കൃത്യമായൊരു ബൗളിങ്ങും. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ആച്ചി. എനിക്ക് നേരെ വരുന്ന ഓരോ പന്തുകളും സിക്സറിലേക്ക് പറത്താനുള്ള വെമ്പൽ കൊണ്ട് ക്രീസിലെത്തുന്ന ബാറ്റർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഹാർഡ് ഹിറ്റർ എന്ന് പറഞ്ഞാലും പോരാ, അതുക്കും മേലെ പക്കാ ഹാർഡ് ഹിറ്റർ, കാഠനടി എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു അച്ചിയുടെ ബാറ്റിംഗ് ശൈലിയെ. പക്ഷേ ഫാൽക്കൺ ഫൈറ്റേഴ്സ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശക്തമായ ബൗളിംഗ് പ്രകടനത്തെ
എങ്ങനെ മറികടക്കും ആഷസിന്റെ ബാറ്റേഴ്സ്? അതുകൂടി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ആച്ചി. ഓ, ആദ്യ ബോളിൽ തന്നെ പുറത്താകുന്നു. ബോംബെ വാല മാജിക് തുടരെ 2 വിക്കറ്റുകൾ. ഒരു ഹാട്രിക് ബോൾ പിറക്കുന്നു ഈ ഫൈനൽ മത്സരത്തിൽ. ആഷസിന് മുന്നിൽ നിന്ന് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ നയിച്ചതിൽ ജിതു ഒറ്റക്കായിരുന്നെങ്കിൽ ഫാൽക്കൺ ഫൈറ്റേഴ്സിന് വേണ്ടി ബൗൾ ചെയ്യാനെത്തുന്ന ഓരോ ബൗളേഴ്സും മികവ് പുലർത്തുന്നു. ബോംബെ വാല മുബഷിർ ബാക്ക് ടു ബാക്ക് വിക്കറ്റ്, അതും നിർണായക വിക്കറ്റുകൾ. പിടിമുറുക്കുന്നു ഫാൽക്കൺ ഫൈറ്റേഴ്സ് ഈ ഫൈനൽ മത്സരത്തിൽ. തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണിതെന്നോർക്കണം. ഇവിടെയാണ് ആധിപത്യം പുലർത്തുന്നത് ഫാൽക്കൺ ഫൈറ്റേഴ്സ്. 7 ഓവർ പിന്നിടുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 35 റൺസ്. ബോൾ ചെയ്യാനെത്തുന്നു ഷംസു, സ്ട്രൈക്കിൽ മഹ്റൂഫ്. ബോൾ ചെയ്യുന്നു ഷംസു, ഒരു സിംഗിൾ നേടിയെടുക്കുന്നു. ഓ, അടുത്ത വിക്കറ്റും ഷംസു ബൗൾ ചെയ്യാനെത്തി. കീപ്പർ സാബുവിന്റെ കരങ്ങളിൽ ഭദ്രമാകുന്നു. വട ബൗളിംഗ്, ഷംസു ബൗൾ ചെയ്യാനെത്തി. വിക്കറ്റും നഷ്ടമാകുന്നു ആഷസ് അറക്കലിന്. പ്രതിരോധത്തിലേക്ക് പോയിക്കൊണ്ട് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തുന്ന കാഴ്ച. ഒരു സ്കോർ പോലും ചെയ്യാൻ അനുവദിക്കാതെ ക്രീസിലെത്തിയ ഉടനെ തന്നെ മടക്കി അയക്കുന്നു ഷംസുവിന്റെ ബൗളിംഗിൽ സാബു ക്യാച്ചെടുത്തുകൊണ്ട്. സ്ട്രൈക്കിലെത്തുന്നു ന്യൂ ബാറ്റർ അഫിനാസ്. ടീമുകൾ തമ്മിലുള്ള മത്സരം, പക്ഷേ ആധിപത്യം ഉറപ്പിക്കുന്നു ഫാൽക്കൺ ഫൈറ്റേഴ്സ് തുടരെ വിക്കറ്റുകൾ നേടിക്കൊണ്ട്. ഷംസു ടു അഫിനാസ്, ഒരു സിംഗിൾ. ഫീൽഡ് ചെയ്യുന്നു ഫൈസൽ അഹമ്മദ്. സ്ട്രൈക്കിലെത്തുന്നു മഹ്റൂഫ്. വിക്കറ്റ് വീഴ്ചകൾക്കിടയിലും ഒരറ്റത്ത് അവസാനം വരെ രക്ഷകനാകാനുള്ളൊരു ശ്രമം തന്നെയാണ് മഹ്റൂഫ് നടത്തുന്നത്. പല മത്സരങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് മഹ്റൂഫിൻ്റെ മനക്കരുത്തിൻ്റെ പോരാട്ടങ്ങൾ. ഓ, വാട്ട് എ ഡെലിവറി. നല്ലൊരു സേവ് ചെയ്യുന്നു സിധു. അമ്പയർ കോൾ വൈഡ്. ഷംസു ടു അഫ്നാസ്, ഒരു ഭയൻ. ഷംസു കൃത്യമായ ബൗളിങ്ങുമായി ഈ ഓവറിൽ ഒരു വിക്കറ്റും നേടിയെടുത്തിരുന്നു. ബ്രില്യൻ ബൗളിംഗ് ഷംസു. ക്രിക്കറ്റ് മൈതാനങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച ബൗളറാണ് ഷംസു. ഒരു ബിഗ് ഷോട്ടിന് ശ്രമിക്കുന്നു മഹ്റൂഫ്, പക്ഷേ ഫീൽഡർ ഫാറൂഖ്, വിശ്വസ്തനായ ഫീൽഡർ, ചൊരാത്ത കൈകൾക്കുടമ ഫാറൂഖ് അനായാസം അത് കൈകളിൽ ഒതുക്കുമ്പോൾ ആഷസ് അറക്കലിന് നഷ്ടപ്പെടുന്നത് വിശ്വസ്തനായ ബാറ്റർ മഹ്റൂഫിന്റെ വിക്കറ്റാണ്. ഷംസുവിന്റെ ബൗളിംഗിൽ തുടരെ 2 വിക്കറ്റുകൾ നേടിയെടുത്തുകൊണ്ട് ഷംസുവും ഫാൽക്കൺ ഫൈറ്റേഴ്സിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓരോ ബൗളേഴ്സും അത്യുജ്വല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആഷസിന് വേണ്ടി ജിതുവിന്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നെങ്കിൽ ഇവിടെ വരുന്ന ഓരോ ബൗളേഴ്സും ശക്തമായ പോരാട്ടത്തിലൂടെ ബൗളിംഗ് പ്രകടനത്തിലൂടെ വിക്കറ്റുകൾ നേടിയെടുക്കുന്ന മനോഹരമായ കാഴ്ച. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ അബ്ദു. 7ാമത്തെ വിക്കറ്റും നഷ്ടമായിക്കൊണ്ട് പ്രതിസന്ധിയിൽ നിന്ന് വീണ്ടും പ്രതിസന്ധിയിലേക്ക് ആഷസ് അറക്കൽ ഈ ഫൈനൽ ഏകപക്ഷീയമാക്കി മാറ്റുന്നു ഫാൽക്കൺ ഫൈറ്റേഴ്സ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷേ അതിനെ മറികടക്കാൻ ഇപ്പോഴും കരുത്തുള്ള ബാറ്റേഴ്സ് ക്രീസിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആഷസ് അറക്കലിന് വേണ്ടി സ്ട്രൈക്കിലെത്തുന്നു അബ്ദു. ഡോട്ട് ബോൾ. ബഷീർ കഴിഞ്ഞ ഓവറിൽ തുടരെ 2 വിക്കറ്റുകൾ നേടിയ ബൗളറാണ്. What a delivery, dot ball. ബാറ്റർക്കൊന്ന് തൊടാൻ പോലും കഴിയാതെ വിക്കറ്റ് കീപ്പർ സാബുവിന്റെ കൈകളിൽ ഭദ്രമാകുന്നു ആ പന്ത്. Again, brilliant bowling. ഓ, ശക്തമായ അപ്പീൽ. ബൗളിംഗിൽ സാബു ക്യാച്ചെടുത്തുകൊണ്ട് ലെഗ് അമ്പയറുമായി ഡിസ്കസ് ചെയ്യുന്നു. കാത്തിരിക്കാൻ നമുക്ക് ഡിസിഷന് വേണ്ടി പെൻഡിങ്. യെസ്, അമ്പയർ ഔട്ട് അനുവദിക്കുന്നു. വീണ്ടും മുബഷിർ 3 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു. വിക്കറ്റിന് പിന്നിൽ സാബുവിന്റെ കൃത്യമായൊരു ക്യാച്ച്. ന്യൂ ബാറ്റർ ജിതു. ഇന്ന് 6 വിക്കറ്റുകൾ നേടിയ ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച കളിക്കാരൻ. കൊണ്ട് സാധിക്കുമോ? നമുക്ക് കാത്തിരിക്കാം. മുപ്പു ടു ജിതു. നേരിട്ട് ആദ്യ ബോൾ ഒരു ബിഗ് ഷോട്ടുള്ള ശ്രമം. സ്കോർ 41-8.
ഓ അനായാസ ക്യാച്ച് വിട്ടുകളയുന്നു. ഒരു ലൈഫ് ലഭിക്കുന്നു. 9 ഓവർ പിന്നിടുമ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിൽ 42. ബൗൾ ചെയ്യാനെത്തുന്നു ഷംസു. കഴിഞ്ഞ ഓവറിൽ 2 വിക്കറ്റുകൾ നേടിക്കൊണ്ട് അത്യുജ്വല പ്രകടനം കാഴ്ചവെച്ച ബൗളർ. സ്ട്രൈക്കിലുള്ളത് ജിത്തു. ഷംസുവിന്റെ ആദ്യ ബോൾ. കവറിലേക്ക് ഒരു ഷോട്ടിലൂടെ സിംഗിൾ നേടിയെടുക്കുന്നു. ഫീൽഡ് ചെയ്യുന്നു ഫൈസൽ അഹമ്മദ്. കൃത്യമായൊരു ഫീൽഡിംഗ്, കൃത്യമായ ത്രോ. വാട്ട് എ ത്രോ. ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ടിലൂടെ സിംഗിൾ. ഫീൽഡ് ചെയ്യുന്നു ഫാറൂഖ്. ഫാറൂഖിന്റെ മിന്നൽ ഫീൽഡിംഗ്. ഒരു സിംഗിൾ മാത്രം. വീണ്ടും ഒരു സിംഗിൾ. ഫാറൂഖിന്റെ മിന്നൽ ത്രോ വീണ്ടും. ഒരു ബിഗ് ഷോട്ടുള്ള ശ്രമം. പന്ത് അടിച്ചെടുക്കുന്നു ഫീൽഡർ. അനായാസം അത് ഫീൽഡ് ചെയ്യും. ഒരു ബിഗ് ഷോട്ട്, പക്ഷേ അതും ബൗണ്ടറിയിൽ ഫീൽഡ് ചെയ്യുന്നു ബാസി. ഒരു സിംഗിൾ. ആഷസ് ബൗണ്ടറികൾ നേടാൻ മറന്നുപോകുന്നു. ബൗൾ ചെയ്യാനെത്തുന്നു ഫസ്മീർ. 10 ഓവർ പിന്നിടുമ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിൽ 48. ഇനി വേണ്ടത് 36 പന്തുകളിൽ 112. ഫസ്മീറിന്റെ നേരിട്ട് ആദ്യ ബോൾ. ഒരു ബിഗ് ഷോട്ട് ശ്രമിക്കുന്നു. സാബു വിക്കറ്റിന് പിന്നിൽ നിന്ന് ഓടിയെത്തുന്നു ആ പന്തിലേക്ക്. പക്ഷേ കൈകൾ ഒതുക്കാൻ സാധിക്കാതെ പോകുന്നു. 2 റൺസ് ഓടി പൂർത്തിയാക്കുന്നു. വീണ്ടും ലെഗ് സൈഡിലേക്ക് ഒരു ബിഗ് ഷോട്ടിൽ ശ്രമം. പക്ഷേ കൃത്യമായി ഫീൽഡ് ചെയ്യുന്നു ബാസി കൊട്ടാരക്കര. ഒരു സിംഗിൾ മാത്രം. ബ്രില്യൻ ബൗളിംഗുമായി വീണ്ടും ഫസ്മീർ. ഡോട്ട് ബോൾ. വീണ്ടും ഒരു ബിഗ് ഷോട്ടിലെ ശ്രമം. ഫസ്മീർ തന്നെ ക്യാച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ കൈകൾ ഒതുക്കാൻ സാധിക്കാതെ പോകുന്നു. ഒരു സിംഗിൾ പൂർത്തിയാക്കുന്നു. ഒരു ബിഗ് ഷോട്ടിലെ ശ്രമം. ഫീൽഡർ ഫാറൂഖ്. വാട്ട് എ ഫീൽഡിംഗ്. സാധ്യമായ ബൗണ്ടറി, പക്ഷെ അത് തടുത്തിടുന്നു. ബൗണ്ടറി എന്ന് ഉറപ്പിച്ച പന്ത്. ഒരു ബൗണ്ടറി പോലും അനുവദിക്കാതെ ഓവറുകൾ കടന്നു പോകുമ്പോൾ ബോൾ ചേർത്തുന്നു മുബഷിർ ടു അഫിനാസ്. നേരിട്ട് ആദ്യ ബോൾ. ഒരു സിംഗിൾ. 11 ഓവറും 1 ബോളും പിന്നിടുമ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിൽ 58. മുബു ടു ജിതു. ഒരു റിവേഴ്സുള്ള ശ്രമം. പക്ഷേ ആർക്കെതിരെയാണ് റിവേഴ്സ് കളിക്കാൻ ശ്രമിക്കുന്നതെന്ന് മറന്നു പോകരുത്. ബോംബെവാല. മുബഷിർ ടു ജിതു. സ്ക്വയറിൽ ഒരു ബൗണ്ടറിക്ക് ശ്രമിക്കുന്നു. പക്ഷേ ബാസി എന്ന ഫീൽഡറെ മറികടക്കാൻ പര്യാപ്തമായിരുന്നില്ല ആ ഷോട്ട്. ഒരു സിംഗിൾ മാത്രം. ബോംബെവാല. മുബു ടു. ഒരു ബിഗ് ഷോട്ട്. അമ്പയർ സിഗ്നൽ 4. 8 ഓവറുകൾക്ക് ശേഷം ഒരു ബൗണ്ടറി നേടിയെടുക്കുന്നു ആഷസ്. വീണ്ടും ഒരു ബിഗ് ഷോട്ട്. വിക്കറ്റ് നഷ്ടമാകുന്നു. ഷംസു ക്യാച്ചെടുത്തിട്ടുണ്ട്. ആഷസ് അറക്കലിന്റെ 9ാമത്തെ വിക്കറ്റും അബ്ദുവിന്റെ ബാറ്റിംഗും അവിടെ അവസാനിക്കുന്നു. അബ്ദുവിന്റെ പോരാട്ടവും അവസാനിക്കുന്നു. ക്രീസിലെത്തുന്നു അവസാന ബാറ്റർ സാലിഖ്. 4 വിക്കറ്റുകൾ നേടിയെടുക്കുന്ന ബൗളിംഗ് പ്രകടനം. മുബഷിർ. ക്ലീൻ ബൗൾഡ്. 5 വിക്കറ്റ് നേട്ടം മുബഷിർ. ബോംബെവാല. ജിതു ഒറ്റയാൾ പ്രകടനത്തിലൂടെ 6 വിക്കറ്റുകൾ നേടിയെടുത്തെങ്കിൽ 5 വിക്കറ്റുകൾ നേടിക്കൊണ്ട് മുബഷിറും തിളങ്ങുന്നു. ഫാൽക്കൺ ഫൈറ്റേഴ്സിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒന്നിനൊന്ന് മികച്ച പ്രകടനവുമായി 61 റൺസിന് ഓൾ ഔട്ട് ആയിക്കൊണ്ട് ആഷസ് അറക്കൽ. ഫാൽക്കൺ ഫൈറ്റേഴ്സിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ആധിപത്യം 61 റൺസിന് എറിഞ്ഞിടുന്നു. 10 വിക്കറ്റുകൾ, അതും ശക്തരായ 10 ബാറ്റേഴ്സിന്. ആവേശത്തിന്റെ അലതല്ലൽ. അറേബ്യൻ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ ഒരു ഏകപക്ഷീയ ഫൈനലാക്കി മാറ്റുന്നു. തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു. പക്ഷേ
ഫാൽക്കൻ ഫൈറ്റേഴ്സിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പന്തുകൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ ആശസ് അറക്കൽ കീഴടങ്ങുന്ന കാഴ്ച. പഴയ കണക്കുകൾക്ക് മറുപടി കൊടുക്കുന്നു ഫാൽക്കൻ ഫൈറ്റേഴ്സ്. 2 വർഷം മുൻ ആഷസിനെതിരെ ഏറ്റ പരാജയത്തിന് അതേ ഗ്രൗണ്ടിൽ ഫൈനലിൽ തന്നെ വീണ്ടും ഒരു ഏകപക്ഷീയ പോരാട്ടത്തിലൂടെ മറുപടി കൊടുക്കുന്നു ഫാൽക്കൻ ഫൈറ്റേഴ്സ്. ദ റിയൽ ഫൈറ്റേഴ്സ് അറേബ്യൻ ചാമ്പ്യൻസ് ലീഗിന്റെ രാജാക്കന്മാരാകുന്നു. തലയെടുപ്പോടു തന്നെ തലയെടുപ്പുള്ള ആഷസ് അറക്കലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈസൽ ബ്രില്യൻ ബൗളിംഗ് പ്രകടനം ജെറിൻ സേവര് നല്ലൊരു പാർട്ട്ണർഷിപ്പും നൽകിയിരുന്നു. ജെറിൻ്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു ബാറ്റിങ്ങിൽ 159 എന്ന സ്കോർ നേടാൻ ഫാൽക്കൻ ഫൈറ്റേഴ്സിനെ സഹായിച്ചത്. ബൗളിങ്ങിൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നേടിക്കൊണ്ട് ഓരോ ബൗളേഴ്സും തിളങ്ങിയപ്പോൾ ഒരു ഏകപക്ഷീയ വിജയത്തിലൂടെ അറേബ്യൻ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചാമ്പ്യന്മാരാകുന്നു ഫാൽക്കൻ ഫൈറ്റേഴ്സ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ഒരു മനോഹരമായ അമ്പയറിങ്, മനോഹരമായ ക്രിക്കറ്റ്, ആവേശം. പ്ലേയേഴ്സ് കൈകൊടുത്ത് പിരിയുന്നു. ആവേശത്തിൻ്റെ ക്രിക്കറ്റ് ആയിരുന്നെങ്കിലും നല്ല സൗഹൃദപരമായൊരു ഫൈനൽ തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ഫൈനൽ പോരാട്ടത്തെ ഒരു ഏകപക്ഷീയ വിജയം ഫാൽക്കൻ ഫൈറ്റേഴ്സ് നേടിയെങ്കിലും ആഷസ് അറക്കൽ ആദ്യ ഇന്നിങ്സിൽ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു പ്രകടനത്തിലൂടെ തിരിച്ചു വന്നതാണ്. പക്ഷേ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ പരാജയപ്പെട്ടു പോകുന്നൊരു ദയനീയ കാഴ്ച. അതിനേക്കാളുപരി ഫാൽക്കൻ ഫൈറ്റേഴ്സിൻ്റെ കൃത്യമായ ബൗളിംഗ് ആണ് കളി പിടിച്ചത്, കൃത്യമായ ഫീൽഡിംഗ് ആണ് കളി പിടിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഫാൽക്കൻ ഫൈറ്റേഴ്സിന് ഇത് ആവേശത്തിന്റെ രാത്രി, ആഘോഷത്തിന്റെ രാത്രി, ആഘോഷത്തിന്റെ രാവ് പിറകുന്നു അറേബ്യൻ ചാമ്പ്യൻസ് ലീഗിൽ ഫാൽക്കൻ ഫൈറ്റേഴ്സ്. ഒരു വാശിയേറിയ ഫൈനൽ മത്സരം ഫാൽക്കൺ അജ്മാൻ ഫാൽക്കൺ ആഷസ് അറക്കൽ 2 ടീമിനോടും ഉള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. വളരെ വാശിയേറിയ ഒരു മത്സരമായിരുന്നു. 2 ടീമിന്റെ ക്യാപ്റ്റന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമായി 2 ടീമിന്റെ ക്യാപ്റ്റൻ, ആദ്യമായിട്ട് ആഷസ് അറക്കലിന്റെ ക്യാപ്റ്റൻ മാഷൂട്ടിക്ക് ഈ മൈക്ക് കൈമാറുന്നു 2 വാക്ക് സംസാരിക്കാനായി. സീസൺ 5 നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ റണ്ണേഴ്സായി. 24 ടീം മത്സരിച്ച അതിൽ 2ാം സ്ഥാനം ആയതിൽ വളരെ അഭിമാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് നല്ല കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു ടൂർണമെന്റ് ആയിരുന്നു. എല്ലാം കൊണ്ടും നല്ല സ്മൂത്ത് ആയിട്ട് ഒരു പ്രശ്നമോ കാര്യമൊന്നും ഇല്ലാതെ ഇതുവരെ എത്തി. ഇൻഷാ അല്ലാഹ് സീസൺ 6ഉം ഇതുവരെ നല്ല രീതിയിൽ നടത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ വളരെ വലിയൊരു താങ്ക്സ്. പിന്നെ രണ്ടാമത് ഈ ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്ത നമ്മുടെ ചാമ്പ്യൻസ് ലീഗിന്റെ കമ്മിറ്റിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇത്ര നന്നായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്ത് ഇത്ര അടിപൊളിയായിട്ട് അവർ വിജയിപ്പിച്ച് ഈ ഒരു ടൂർണമെന്റ് നല്ല വിജയമാക്കി. പിന്നെ അതിൽ കപ്പടിക്കാൻ സാധിച്ചത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം 24 ടീമിൽ ഒന്നാമതായി നമ്മൾ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. അതിന് തന്നെ ടീമിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, സ്പെഷ്യലി നമ്മളെ ടീമിലെ ടീമംഗങ്ങൾക്കും പിന്നെ കമ്മിറ്റിക്കും പിന്നെ റണ്ണേഴ്സായ ആഷസ് അറക്കൽ നമ്മുടെ ടീം തന്നെയാണ്. എല്ലാവരും നമ്മളെ കൂടെ കളിക്കുന്ന നമ്മളെ പ്ലേയേഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അപ്പോൾ താങ്ക് യു ACL കമ്മിറ്റി. 2 ക്യാപ്റ്റന്മാരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കുകയാണ്. ആദ്യമായി ഫസ്റ്റ് സെമി ഫൈനൽ മാൻ ഓഫ് ദ മാച്ച് മഹറൂഫ് ആഷസ്. അടുത്തതായി സെക്കൻഡ് സെമി ഫൈനൽ മാൻ ഓഫ് ദ മാച്ച് ഫാൽക്കൺ വേഴ്സസ് ഹിയൽകോട്ട് ജെറിൻ സേവ്യർ. ജെറിൻ സേവ്യർ. അടുത്തത് മോസ്റ്റ് ഹാട്രിക് അജ്മൽ അജു. അടുത്തതായി മോസ്റ്റ് ഹാട്രിക്സ് അജ്മൽ അജു ആഷസ് അറക്കൽ.
highest individual score. Jasir Auto. സ്കോർ പ്രശാന്ത് പാച്ചു, ബോൾട്ടൺ വാണ്ടേഴ്സ്. എല്ലാരും അത് കൈയടിക്കുക. അടുത്തത് മോസ്റ്റ് സെഞ്ചുറി അഫ്നാസ് അബ്ദുള്ള, ആഷസ്. ബെസ്റ്റ് 16 റൺസിൽ 6 വിക്കറ്റ് നേടി ആബേദ്. അജ്മാൻ. ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വേഗുരു സ്പോർട്സ്. ഇനി ബെസ്റ്റ് ബാറ്റ്സ്മാൻ ജെറിൻ സേവ്യർ. ബെസ്റ്റ് ബാറ്റ്സ്മാൻ ജെറിൻ സേവ്യർ. സ്പോൺസർ ചെയ്തിരിക്കുന്ന അജ്മാൻ സ്പോർട്സ് കേട്ടോ. അത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ബാറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അജ്മാൻ സ്പോർട്സ് ആണ്. അത് കൊടുക്കാനായി ഷമ്മാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബെസ്റ്റ് ബാറ്റ്സ്മാൻ ജെറിൻ സേവ്യർ. ഫൈനലിലെ ഹാഫ് സെഞ്ചുറി നേടിയ ജെറിൻ സേവ്യർ. ആബേദ്. ആശ സർക്കിളിന്റെ ആബേദ് ബെസ്റ്റ് ബൗളർ. ട്രോഫി നൽകാനായി അഫ്രാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്പോൺസർ ചെയ്തത് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ മെഹറൂഫ്. ആഷസ് അർക്കലിന്റെ മെഹറൂഫ്. ട്രോഫി നൽകാനായി സമദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മാൻ ഓഫ് ദ മാച്ച് മുബു ഫാൽക്കന്റെ, അജ്മാൻ ഫാൽക്കന്റെ മുബു. ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് മുബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്പെഷ്യൽ ട്രോഫിയാണ്. 30,000 റൺസ് തികച്ച ഒരു പ്ലെയർ ഉണ്ട്, പ്രശാന്ത് പാച്ചു. ബോൾട്ടൺ വാണ്ടേഴ്സിന്റെ വക ആ വ്യക്തിയെ ആദരിക്കുന്നതിനായി പ്രശാന്ത് പാച്ചു ക്ഷണിക്കുകയാണ്. ക്യാപ്റ്റനാണ് അത് കൊടുക്കുന്നത്. 30,000 റൺസ് തികച്ച പ്രശാന്ത് പാച്ചു. ഒരു കപ്പ് റണ്ണേഴ്സ് അപ്പിന്റെ കപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗാലക്സിയാണ്. ഗാലക്സിയുടെ നമ്മുടെ സ്പോൺസർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഫൈസൽ നാലകത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഒരു ടീം അറക്കൽ ആണ് ആശ സർക്കിളിന്റെ സ്പോൺസേഴ്സ്. ആ സ്പോൺസേഴ്സിനെ കൂടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ദയവായി വരിക. ആരേഷത്തിലുള്ള ട്രോഫിയാണ്. എല്ലാവരും ഒന്ന് കൈയടിക്കൂ പ്ലീസ്. 24 ടീം പങ്കെടുത്ത ഈ ടൂർണമെന്റിലെ റണ്ണേഴ്സ് ആശ സർക്കിളിലുള്ള ട്രോഫി കൈമാറുന്നു. ഫൈസൽ നാലകത്ത്, ഗാലക്സിയുടെ ഫൈസൽ നാലകത്താണ് ആ ഒരു ട്രോഫി കൈമാറുന്നത്. അറേബ്യൻ ചാമ്പ്യൻസ് ലീഗ് സീസൺ 5 24 ടീം അംഗങ്ങൾ മത്സരിച്ച ഈ ഒരു ടൂർണമെന്റിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഫൈനലിലെ ജേതാക്കൾ ഫാൽക്കൺ അജ്മാൻ. ഫാൽക്കൺ അജ്മാനെ ഈ ഒരു ട്രോഫി സ്വീകരിക്കാനായി കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ ഒരു ട്രോഫി നൽകാനായി സമത് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഒരു ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗുഡ്സിയോളാണ്.